السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأي الفريقين أحق بالأمن إن كنتم تعلمون. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഇസ്മുകളിലെ 74-ാമത്തെ ഇസ്മിലാണ് നമ്മൾ ഇന്ന് ചർച്ച ആരംഭിക്കുന്നത്. അൽ മാജിദു സുബ്ഹാന, അൽ മജീദു സുബ്ഹാന. അള്ളാഹു മഹത്വത്തിൻ്റെ അങ്ങേ അറ്റമെത്തിയവനാണ്. മജിദ് എന്ന് പറഞ്ഞാൽ നിഹായത്തു ഷറഫ്, മഹത്വത്തിൻ്റെ അങ്ങേയറ്റം, അതിൻ്റെ എക്സ്ട്രീം എൻഡ്, അതിനപ്പുറത്തേക്ക് ഒരു മഹത്വം ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനത്തവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു ജല്ല ജലാലു. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദന്മാർ, നമ്മുടെ ഭാര്യ, സന്തതികൾ, ജ്യേഷ്ഠാനുജന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. നമ്മളെ രോഗികൾക്ക് അള്ളാഹുവെ നീ ശിഫ നൽകണേ പടച്ചവനെ. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങളെ നീ സലാമത്താക്കി കൊടുക്കണമേ തമ്പുരാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു മാജിദാണ്, അൽ മാജിദ് സുബ്ഹാന. കൂടുതൽ മഹത്വത്തിൻ്റെ സർവ അടയാളങ്ങളും സർവ അതിരുകളും നമ്മൾ സങ്കല്പിച്ചാൽ അതിൻ്റെ അപ്പുറത്ത് മഹത്വമുടയവനാണ് അള്ളാഹു എന്ന വലിയ മാജിദ്. അൽ മജീദ് എന്ന് പറഞ്ഞാൽ, മജീദ് എന്നത് മാജിദിൻ്റെ ഒരു സൂപ്പർലറ്റീവ് ഫോമാണ്. എല്ലാ തരത്തിലുമുള്ള മഹത്വം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പം മനുഷ്യൻ പൂർണ്ണത ഇഷ്ടപ്പെടുന്ന ആളാണ്. മനുഷ്യരുടെ പ്രകൃതി അതാണ്. ഒരാൾക്കും ഒരു കാര്യം അയാൾക്കത് അറിയില്ല എന്ന് പറഞ്ഞാൽ അയാളെന്നെ പറയും എനിക്കറിയുമല്ലോ. മനുഷ്യൻ അറിയാത്തത് അറിയുമെന്ന് പറയുന്നത് അറിവിൻ്റെ മഹത്വമാണെന്നാണ്. അറിയാത്തവരറിയില്ല എന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? അറിവിനൊരു മഹത്വമുണ്ട് എന്ന് അറിയുന്നത് കൊണ്ടാണ് അറിയില്ല എന്ന് പറയാത്തതെന്നാണ്. മനുഷ്യൻ പൂർണ്ണത ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള പൂർണ്ണത അള്ളാഹു ജല്ല ജലാലുവിൻ്റെ സാമീപ്യത്തിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ എന്നും, അള്ളാഹുവിനെ മാറ്റി നിർത്തിയാൽ മനുഷ്യൻ അപൂർണനാണ് എന്ന വലിയൊരു ആശയം അൽ മാജിദ് സുബ്ഹാന എന്ന ഇസ്മിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ ഭയങ്കര ആംബിഷൻസ് ഉണ്ടാവും. ലൈഫിൽ ഇന്നതൊക്കെ ചെയ്യണം. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇന്ന ഒരവസ്ഥയിലേക്ക് എത്തണം, ഇന്ന കോഴ്സ് ചെയ്യണം, എന്നിട്ട് ഇന്ന ജോലി, പിന്നെ എനിക്ക് ജോലി എടുക്കണം, ഇത്ര ഇൻകം വേണം, വാഹനം വേണം, വണ്ടി വാങ്ങിക്കണം, വീടുണ്ടാക്കണം, വിവാഹം വേണം, കുടുംബജീവിതം വേണം. ഇങ്ങനെ എത്രയോ ആഗ്രഹങ്ങൾ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിലുണ്ടാവും. ആ ആഗ്രഹങ്ങളൊക്കെ സഫലമായി എന്ന് വിചാരിക്കുക. കിട്ടുന്നതോടുകൂടെ അത് അപൂർണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ കാര്യം, ആദ്യമായിട്ടൊരു വാഹനം വാങ്ങിക്കുന്ന ഒരാൾ ചിലപ്പോൾ 2 ദിവസമൊക്കെ ഉറങ്ങാതെ നിൽക്കും, ആരെങ്കിലും വരച്ചേക്കുമെന്ന് വിചാരിച്ചിട്ട് അല്ലേ. ഭയങ്കര ടെൻഷനായിരിക്കും. ഒരു വര 4 ദിവസം ഉറങ്ങൂല, രണ്ടാമത്തെ വര 2 ദിവസം ഉറങ്ങൂല, മൂന്നാമത്തത് 1 ദിവസമൊക്കെ, പിന്നെ വര ഉണ്ടെങ്കിലും ഉറക്കുന്ന കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തേ? തുടക്കത്തിൽ ആ ഒരു പ്രശ്നം പിന്നെ ഉണ്ടാവില്ല.
അല്ലേ? മനുഷ്യനതിലേക്ക് ഇഴകിച്ചേരും. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ടായിരിക്കാം, ഫ്രണ്ട്ഷിപ്പിലൂടെ കല്യാണത്തിലേക്ക് കിടക്കുന്നവരുണ്ടായിരിക്കാം. ലൈഫിൽ അവർ മാത്രം മതി, അവർ മാത്രമേ എൻ്റെ ജീവിതത്തിന് സാറ്റിസ്ഫാക്ഷൻ തരാൻ കഴിയുള്ളൂ എന്നൊക്കെ വിചാരിച്ച് വിവാഹത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വിചാരിക്കുക. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്കും മടുപ്പ് വരുന്നൊരവസ്ഥ വരും, അവർ പിരിയുന്ന അവസ്ഥ വരും, പ്രശ്നങ്ങളുണ്ടാകുന്നു. എൻ്റെ എല്ലാം കംപ്ലീറ്റ് ആകുന്നത് ഇതിലൂടെയാണ് എന്ന് വിചാരിക്കുന്നത് പോലും അത് കംപ്ലീറ്റ് അല്ല എന്ന് മനുഷ്യൻ തിരിച്ചറിയാം. ദുനിയാവിന് അള്ളാഹു അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. വീടും വാഹനവും കച്ചവടമൊക്കെ അങ്ങനെയാണ്. അതിൻ്റെ തുടക്കത്തിലുള്ളൊരു ആവേശം ഒന്നും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അത് തുടക്കത്തിൽ ആദ്യത്തെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഭയങ്കര രസമായിരിക്കും. പിന്നെ അത് പഴകും. പിന്നെ നമുക്ക് മനസ്സുകൊണ്ട് വലിയൊരു ബന്ധം അതിനോട് ഉണ്ടാവുന്നില്ല. പിന്നെ മനുഷ്യൻ മടുക്കുകയാണ്. ഈ മടുപ്പ് ദുന്യാവിന് അല്ലാഹു വെച്ചതാണ്. അതുകൊണ്ടാണ് ദുന്യ മതാഉൽ ഗുറൂർ, ദുന്യാവെന്ന് പറയുന്നത് ദിസ് ഇസ് ദ ഹൗസ് ഓഫ് ഡിസെപ്ഷൻ, ഇത് വഞ്ചിക്കുന്ന വീടാണ് എന്ന് അല്ലാഹു തആല പറയാൻ കാരണം. വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്തൊക്കെ ഉണ്ടോ അതൊന്നും പൂർണ്ണമല്ല എന്ന് നമ്മൾ തിരിച്ചറിയും. ഒരു ജോലി, എനിക്ക് അവിടെ തന്നെ ജോലി വേണം. ചിലവർ എനിക്ക് അഡ്നോക്കിൽ തന്നെ ജോലി കിട്ടണം, അല്ലെങ്കിൽ മുസാനദയിൽ കിട്ടണം, അല്ലെങ്കിൽ മുബാദലയിൽ കിട്ടണം. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അതാ കിട്ടിയ ഉടനെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ നോർമൽ. വേറെന്തെങ്കിലും വേണമെന്ന ആഗ്രഹത്തിലേക്ക് നീങ്ങും. കച്ചവടം തുടങ്ങണമെന്ന ആഗ്രഹം നീങ്ങും. ഈ കിട്ടിയത് പോരാ എന്ന ആഗ്രഹം തുടങ്ങും. ഞാൻ നിൽക്കുന്നത് ഒന്നുമല്ല, എൻ്റെ അപ്പുറത്ത് ഇനിയും ഒരുപാടുണ്ടല്ലോ എന്ന് തിരിച്ചറിയുമ്പോൾ കയ്യിൽ കിട്ടിയ സാധനത്തിൻ്റെ വില മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ അള്ളാഹു പടച്ചത് ഇങ്ങനെയാണ്. പൂർണ്ണത ദുന്യാവിൽ മനുഷ്യന് കിട്ടൂല. അതുകൊണ്ട് ദുന്യാവിൻ്റെ വിഷയങ്ങളിൽ മനസ്സുകൊണ്ട് കെട്ടിപ്പിണഞ്ഞു കിടന്നാൽ അള്ളാഹു തആല അപൂർണത കൊണ്ട് പരീക്ഷിക്കുമെന്നാണ്. നേരെ മറിച്ച് സമ്പത്തില്ല, ആരോഗ്യമില്ലാത്ത ആൾക്കാരുണ്ടാവും, അസുഖങ്ങൾ ബാധിച്ചവർ, ജീവിതത്തിൻ്റെ കാര്യമായ ഒരാഗ്രഹങ്ങളും സഫലമാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ അതൊന്നും പൂർണ്ണതയല്ല. നമുക്ക് പെർഫെക്ഷൻ ആവശ്യമാണ് ദുന്യാവിൽ, പക്ഷെ ഒരിക്കലും അത് കണ്ടെത്തുക സാധ്യമല്ല. എന്തൊക്കെ നമ്മൾ ആഗ്രഹിച്ചോ, ആഗ്രഹങ്ങൾ നേടിയെടുത്തോ, അത് കഴിഞ്ഞാൽ പിന്നെ അത് അപൂർണമായിട്ട് തോന്നുകയാണ്. സുബ്ഹാന ജല്ല ജലാലു യാ അല്ലാഹ്. അതുകൊണ്ട് മനുഷ്യൻ്റെ നഫ്സ് ലാ നിഹായിയ എന്ന് പറയും. മനുഷ്യ ശരീരം സീംലെസ്, എൻഡ്ലെസ് ആണ്, ഒരിക്കലും അവസാനിക്കാത്തതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് മാത്രമാണ് കാലാകാലങ്ങളിൽ നിലനിന്നു പോകുന്നത്, അവസാനിക്കാതെ പോകുന്നത്. റബ്ബിൻ്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് മാത്രമാണ്. ബാക്കിയൊക്കെ അവസാനിക്കും. കമ്പ്യൂട്ടർ സയൻസ് ഒരുപക്ഷെ അതിൻ്റെ നൂതന സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് വായിച്ചാൽ പഠിച്ചാൽ തീരുന്ന വിഷയമുള്ളൂ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ സംബന്ധിച്ചുള്ള പഠനം, അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച് പഠിക്കുന്നത്, അതൊരിക്കലും അവസാനിക്കാത്ത പഠനമാണ്. ആ ഇസ്മിൻ്റെ ലുത്ഫുകൾ, ആ ഇസ്മിൻ്റെ നൂറ് പ്രകാശങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും നമ്മൾ ധാരാളം കാണുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ പൂർണ്ണത, പരിപൂർണമായ സന്തോഷം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചേ മതിയാവും. അള്ളാഹുവിനെ ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ സന്തോഷത്തിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ. അല്ലാത്തതൊക്കെ അപൂർണമാണ്. ഇത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. മുതലാളിമാർ ബിസിനസ് വേണം, പൈസ വേണം, സമ്പത്തുണ്ടാക്കണം, അതിൻ്റെ പിന്നാലെ ഓടി അത്യാവശ്യം സമ്പത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മടുപ്പായി. ഇതാപ്പോൾ ഇതിലെന്തിരിക്കുന്നു? എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതോടുകൂടെ അതിൻ്റെ വില ഇല്ലാതെയാവുന്ന ഒരു ലോകമാണിത്, അല്ലേ? അതുകൊണ്ട് അസ്സആദത്തുൽ അബദിയ്യ, എന്നെന്നും നിലനിൽക്കുന്ന സന്തോഷം, ഫീ കമാലിൽ മഅരിഫത്തി ബില്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ച് പരിപൂർണമായി അറിയുന്നതിലൂടെ മാത്രമേ മനുഷ്യൻ്റെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ എന്നാണ്. ബാക്കി ഏത് ബുക്കും നമ്മൾ വായിച്ച് മടുക്കും, ഖുർആൻ വായിച്ച് മടുക്കില്ല. അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അത് അർത്ഥം അറിയുന്നവർക്കും അറിയാത്തവർക്കും അത് ഓതിയാലും ചൊല്ലിയാലും മടുപ്പ് വരില്ല. സുബ്ഹാനല്ലാഹ്. ഇസ്സത്ത് വേണോ? അള്ളാഹുവിൻ്റെ അടുത്താണ് ഇസ്സത്തുള്ളത്. اللهم أنت الماجد المجيد الفعال لما يريد نسألك الأمن يوم الوعيد. അങ്ങനെ ദുആ ഉണ്ട്. اللهم أنت الماجد المجيد, അല്ലാഹുവേ നീ സർവമഹത്വവും ഉടയവനാണ്, എല്ലാ മഹത്വത്തിൻ്റെയും അതിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയിൽ നിൽക്കുന്നവനാണ് റബ്ബേ നീ. അൽ ഫഅാലു ലിമാ യുരീദ്, എന്താണോ അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നത് അത് നടപ്പിലാക്കുന്നവനാണ് റബ്ബേ നീ. അതുകൊണ്ട് അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു, നസ്അലുകൽ അംന യൗമൽ വഈദ്, ഖിയാമത്ത് നാളിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് അഭയം നൽകണമേ.
അള്ളാഹു നമുക്ക് അഭയം നൽകട്ടെ. അള്ളാഹുവിൻ്റെ മാജിദ് അൽ മജീദ് സുബ്ഹാന, ഇസ്സത്ത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അള്ളാഹു മഹത്വമുള്ളവനാണെങ്കിൽ ആ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയാണ്. നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളറിയാതെ നമ്മൾ ഏതെങ്കിലും സദസ്സിൽ പോയിരുന്നാൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആ വിഷയത്തെക്കുറിച്ചായിരിക്കും, ആ ആളിനെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല. മൻ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രിഹി, ഒരാൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ട വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതോടുകൂടെ നമ്മുടെ സംസാരങ്ങളിൽ അള്ളാഹു ജല്ല ജലാലു, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സംസാരവും അള്ളാഹുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങളും നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും കൂടുതലായി കണ്ടു തുടങ്ങണം. അതാണ് അൽ മാജിദായ, എല്ലാ മഹത്വവുമുള്ള റബ്ബിൻ്റെ കൂടെ നിൽക്കും. അങ്ങനെയാണ്. അപ്പം നമ്മൾ ഒരു VIP പരിചയപ്പെട്ടാൽ പറയില്ലേ, ഇനി ഇന്നലെ ഒരു VIP കണ്ടു, പരിചയപ്പെട്ടു, സെൽഫി എടുത്തു. മുമ്പ് ദ്വാരക്കാൻ പറയലെന്നല്ല, മുമ്പൊക്കെ അങ്ങനെയാണ്, ഇപ്പോൾ സെൽഫി എടുക്കലാണ് വലിയ സംഭവം. അപ്പോൾ ഇതൊക്കെ ഭയങ്കര കൗതുകത്തോടെ പറയും. ഒരു ഫാമിലി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടാവും, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഭയങ്കര സെലിബ്രേഷനാണ്. എന്തേ? ആർക്കൊക്കെയോ വലിയ ആളാണെന്ന് തോന്നുന്ന ഒരാൾ ഇയാൾക്കും കാണാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി, അടുത്ത് ഇടപഴകാൻ പറ്റി. ഭയങ്കരമായ ഹി വിൽ ബി ഫീലിംഗ് എക്സ്ട്രീംലി പ്രൗഡ്. നമുക്കങ്ങനെ ഒരു അഭിമാനബോധം, അള്ളാഹു ജല്ല ജലാലു നമ്മുടെ കൂടെയുണ്ട്, അള്ളാഹു നമ്മുടെ റബ്ബാണ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ തോന്നണമെന്നാണ്. അള്ളാഹു എൻ്റെ റബ്ബല്ലേ, എല്ലാ മഹത്വങ്ങളും. ഇവിടെ എന്ത് VIP ആണെങ്കിലും അവർ മരിച്ചു പോകും, അവർക്ക് അസുഖം വരും, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവും. പക്ഷേ എൻ്റെ റബ്ബ് അങ്ങനെ അല്ലല്ലോ. എൻ്റെ റബ്ബ് ഫഅാലുൽ ലിമാ യുരീദ്, എന്താണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു നടപ്പിലാക്കിയിരിക്കും. അങ്ങനത്തെ റബ്ബല്ലയോ എൻ്റെ റബ്ബ്, അങ്ങനത്തെ റബ്ബിൻ്റെ കൂടെയാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് അഭിമാനബോധം വേണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. നോക്കണം, ഒരു മനുഷ്യൻ്റെ ചെറിയ ഉപകാരം ചെയ്താൽ ആ ഉപകാരത്തിന് നമ്മൾ വലിയ നന്ദി ചെയ്യും, അല്ലേ? ഒരു കുട്ടിയുടെ ഒരു വിഷയമുണ്ട്. ആ കുട്ടിയുടെ ഉമ്മയും വാപ്പയും ഒരു യാത്രയിൽ, ഉമ്മയും വാപ്പയും മരിച്ചു ആക്സിഡൻ്റായിട്ട്, കുട്ടി മാത്രം സർവൈവ് ചെയ്തു. അപ്പോൾ ആ കുട്ടിയെ പോറ്റി വളർത്തിയത്, ആ കുട്ടിയുമായി ഒരു കുടുംബ ബന്ധവുമില്ലാത്ത നാട്ടുകാരനായൊരു നല്ല മനുഷ്യനാണ്. ആ കുട്ടിക്ക് മേജർ സർജറികൾ വേണ്ടി വന്നു. 9 വയസ്സായപ്പോഴേക്കും 17 സർജറികൾ ആ കുട്ടിയുടെ ശരീരത്തിൽ നടന്നു. അങ്ങനെ കുട്ടി അവസാനം നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് നടക്കാൻ തുടങ്ങി. ആ കുട്ടിയെ അകന്ന ബന്ധുക്കളൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടി പറയാണ്, ഞാൻ ഇയാളെ വിട്ടു പോകില്ല, എൻ്റെ അമ്മാവൻ, മാമൻ അല്ലെങ്കിൽ അങ്കിൾ എന്ന് വിളിക്കാൻ കുട്ടിക്ക് തോന്നുന്നത് ആരാണെന്നും കുട്ടിക്കറിയില്ല. കുട്ടിക്കറിയാം ഇയാളാണ് ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്, ആശുപത്രി കിടക്കയിൽ കൊണ്ടുപോയി കിടത്തുന്നത്, അവിടെ നിന്നെടുത്ത് കൊണ്ടുപോകുന്നത്, അവിടെ നിന്നെടുത്ത് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ നാട് മുഴുവനും ഈ കുഞ്ഞിനെ കൊണ്ട് കറങ്ങാൻ. എന്തിന്? ഇയാളുടെ ഖൽബിൽ അള്ളാഹു ഒരു സ്നേഹം തോന്നിപ്പിച്ചു കൊടുത്തു. അത്ര തന്നെ, വേറൊന്നുമില്ല. ആ സ്നേഹത്തിൻ്റെ പേരിൽ ആ കുട്ടിയും അയാളും ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടി വന്നപ്പോൾ കുട്ടി പറയാം, ഞാൻ വിട്ടു പോരുന്നില്ല എന്ന് പറയാം, ഞാൻ ഇയാളെ വിട്ടു പോവില്ല. പിന്നെ അവസാനം കുട്ടിക്ക് പോവണം. അപ്പോൾ കുട്ടി പോകുന്ന പോക്കിൽ നിന്ന് ഓടി തിരിച്ചു വന്ന് തന്നെ ഇത്രയും കൊല്ലം കയ്യിലെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു നടന്ന ഈ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ആ കെട്ടിപ്പിടിക്കുന്ന നേരത്തെ കുട്ടി ഒന്ന് കാല് തെന്നി വീഴുന്നുണ്ട്. എന്നിട്ട് എഴുന്നേറ്റ്, ഞാൻ പോവാണ്, എനിക്ക് നിങ്ങളെ മിസ്സാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ്. ആ കുട്ടി കയ്യിൽ ഒരു ചുയിങ്കത്തിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, ചെറിയൊരു പാക്കറ്റ്. ആ കുട്ടിയുടെ കയ്യിലിത്, അങ്കിൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തു തന്നില്ലേ, എൻ്റെ വക നിങ്ങൾക്കെന്ന് പറഞ്ഞു കൊടുത്തു. ഈ മനുഷ്യൻ്റെ കണ്ണുകൾ നിറയാണ്. അദ്ദേഹം പറയാ, എനിക്ക് ഈ നാട്ടിലെ ഏറ്റവും എക്സ്പെൻസീവായ ഒരു സ്ഥലത്തൊരു വില്ലയോ ഒരു ബിൽഡിങ്ങോ ഒരു ടവറോ എനിക്ക് സമ്മാനമായി കിട്ടുന്നതിനേക്കാൾ വലുതാണ് ആ കുട്ടി. ഈ ചെറിയൊരു ആ കുട്ടിക്ക് അതേ തരാൻ പറ്റുള്ളൂ. കുട്ടിക്ക് ചെയ്തു കൊടുത്ത ഉപകാരത്തിന് പകരം ആ കുട്ടി തിരിച്ചു കൊടുത്തത് ഒരു ചുയിങ്കത്തിൻ്റെ പാക്കറ്റാണ്. അദ്ദേഹം അത് സ്നേഹത്തോടെ സ്വീകരിച്ചു. കുട്ടിയെ യാത്ര അയക്കുകയാണ്. ഈ മനുഷ്യൻ ആ കുട്ടി ചെയ്ത നന്ദിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ചെറിയ സംഭവം കുട്ടി കൊടുത്തിട്ടുള്ളൂ. ഈ കുട്ടിക്ക് വേണ്ടി മില്യൺ കണക്കിന് ക്യാഷ് ഇദ്ദേഹം ചിലവാക്കിയിട്ടുണ്ട്. അതിനൊന്നും പകരം കുട്ടിക്കോ കുട്ടീൻ്റെ കുടുംബത്തിനോ ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹം അത് ആഗ്രഹിച്ചിട്ടുമില്ല, അള്ളാഹുവിന് വേണ്ടി ചെയ്തതാണ്. സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ
മനുഷ്യന് ഉപകാരം ചെയ്യുമ്പോൾ അതിന് തിരിച്ചു കിട്ടുന്ന ചെറിയൊരു ഉപകാരം പോലും നമ്മൾ വലിയ വില കൊടുത്തിട്ടാണ് സ്വീകരിക്കുക, അല്ലേ? നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ നന്ദി കേട്ടോ, വേണ്ടായിരുന്നു, നിങ്ങൾ എന്തിനത് ചെയ്തത്, നന്ദി സൂചകമായിട്ട് നമ്മളങ്ങനെ പറയൂലേ? ആരെയും മിണ്ടാണ്ടിരിക്കുമോ? ഇല്ലല്ലോ. ആരെയും മിണ്ടാണ്ടിരിക്കുമോ? ഇല്ല. നമ്മൾ നന്ദി പറയും. മനുഷ്യന് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയാം. നമ്മൾ ചിന്തിക്കേണ്ടത്, ജനിച്ചതു മുതൽ നമ്മുടെ അസ്തിത്വം പോലും അള്ളാഹു തന്നതാണ്. നമ്മളുണ്ടായത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, വേറെ ആരാണ്? റബ്ബിൻ്റെ സൃഷ്ടിപ്പ് കൊണ്ടാണ് നമ്മൾ ഉണ്ടായത്. നമ്മുടെ ജന്മം, നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. പിന്നെ എന്തൊക്കെ പടച്ചോൻ തന്നു, നമുക്കിനെ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ വില അറിയാത്തത് കൊണ്ടാണ്. കണ്ണിൻ്റെ കാഴ്ച പോകുന്നവന് മാത്രമേ കണ്ണിൻ്റെ വില അറിയൂ. കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും ഒന്ന് ഉണരും, എൻ്റെ കണ്ണിന് ഇത്ര കാഴ്ചയുണ്ടായിരുന്നല്ലേ. കൈയും കാലും കണ്ണും കാതും ഹാർട്ടും ലിവറും ഒക്കെ അങ്ങനെയാണ്. ആരോഗ്യം അങ്ങനെയാണ്, യൗവനം അങ്ങനെയാണ്, നമ്മുടെ ജീവിതം അങ്ങനെയാണ്. അതിൻ്റെ വില അറിയണമെങ്കിൽ അള്ളാഹു നമുക്ക് തന്നത് റബ്ബ് തിരിച്ചു പിടിച്ചാൽ മനസ്സിലാവുള്ളൂ. അങ്ങനെ തരുന്ന റബ്ബിനോട് തിരിച്ച് നമുക്ക് മാജിദായ അള്ളാഹുവിനോട്, അതും ഏറ്റവും അഭിമാനമുള്ള റബ്ബ്, നമുക്കെന്തെങ്കിലും തന്നിട്ട് അള്ളാഹുവിന് അഭിമാനം കിട്ടേണ്ട കാര്യമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാജിദാണ്. ആ മഹത്വമുള്ള റബ്ബാണ് നമുക്ക് ചോദിക്കാൻ അറിയുന്നതിൻ്റെ മുമ്പ്, ദ്വാരക്കാൻ അറിയുന്നതിൻ്റെ മുമ്പ്. കൊച്ചുനാളുകളിൽ നമ്മൾ ദാഹിച്ചപ്പോൾ ആ ദാഹം തീരാനുള്ള വെള്ളമോ പാനീയമോ നമ്മുടെ തൊണ്ടയിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ മരിച്ചുപോയേനെ. നമ്മൾ ദാഹിച്ചു, നമ്മുടെ ഉമ്മയോ വേണ്ടപ്പെട്ടവരോ നമ്മളെ കണ്ടില്ല എന്ന് വിചാരിക്കുക, അവർക്കൊരിറ്റ് വെള്ളം ഈ കുഞ്ഞിന് വേണം, കൊടുക്കണമെന്ന് തോന്നിയില്ല എന്ന് വിചാരിക്കുക, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമായിരുന്നോ? മരിച്ചു പോകുമായിരുന്നു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവിടെ ഇടപെടുകയാണ് ഉണ്ടായത്. കുട്ടി കരയുന്നുണ്ട്, കുട്ടിക്ക് പാല് കുടിക്കിൻ. കുട്ടി കരയുന്നുണ്ട്, കുട്ടിക്ക് തൊണ്ട വച്ചിട്ടുണ്ട്, വെള്ളം കുടിക്കിൻ, ഭക്ഷണം കൊടുക്കിൻ, അഭയം കൊടുക്കിൻ. ഇങ്ങനെ നമ്മുടെ ചെറുപ്പം മുതൽ അള്ളാഹു ചെയ്തെന്ന നിഅമത്തുകളെ നമ്മളങ്ങ് ശരിക്കങ്ങ് എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നമുക്കൊരിക്കലും ഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾക്കൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹിൻ്റെ ഒരു നിഅമത്ത് പോലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ആ ഒരു നിഅമത്തിൻ്റെ ഓരോ കോമ്പോണൻസ്, അതിൻ്റെ അത്ഭുതം എത്രയാണ്. പിന്നുണ്ടോ? നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഒരു കപ്പ് ജ്യൂസ്, ഒരു കപ്പ്, പിന്നെ പായസം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കപ്പല്ലേ ഉള്ളൂ. ആ ഒരു കടലാസ്, അതിൻ്റെ കപ്പുണ്ടാവണം, ആ പരിപ്പ്, അതിൽ ആഡ് ചെയ്ത സാധനം, അതിൻ്റെ വെള്ളം, അതിൻ്റെ കുക്കിംഗ്, അതിൻ്റെ ഗ്യാസ് തുടങ്ങി എന്തൊക്കെ സാധനങ്ങൾ കൂടുമ്പോഴേ ഒരു നിഅമത്ത് നിഅമത്താകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ ഒരു നിഅമത്ത് നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയാൻ കാരണം. ഒന്ന്, അതിൻ്റെ പിന്നിൽ കിടക്കുന്ന മാനുഫാക്ചറിങ്, അതിൻ്റെ പിന്നിൽ കിടക്കുന്ന മാൻ പവർ, ഇൻവെൻഷൻസ്, ഡിസ്കവറീസ്, ഇങ്ങനെ മിഷനറീസ്, ഇങ്ങനെ എന്തൊക്കെ കൂടിച്ചേരുമ്പോഴാണ് ഒരു അനുഗ്രഹം ഉണ്ടാകുന്നതെന്നറിയോ? നമ്മൾ വിചാരിക്കും ഒരു ക്യാപ്പ്, ഒരു ഹാറ്റ്, ഒരു കുപ്പായം, ഒരു ഷർട്ട്. ആ ഒരു ഷർട്ട് ഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ഇങ്ങനെ നിഅമത്ത് ചെയ്യുന്ന അള്ളാഹുവിനോട് നമുക്ക് നന്ദി ചെയ്യേണ്ടതില്ലയോ? വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് وفضلناهم على كثير ممن خلقنا تفضيلا ولقد كرمنا بني آدم. അള്ളാഹു മഹത്വമുള്ളവനാണ്. അള്ളാഹു മനുഷ്യരെ ബഹുമാനിച്ചിരിക്കുന്നു. വലഖദ് കറംനാ ബനി ആദം, ആദം നബിയുടെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. അള്ളാഹു ആദരിച്ചവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനെ ആദരിക്കണം എന്ന് പറയാൻ കാരണം. ഒരു ജൂതൻ്റെ മയ്യത്ത് കടന്നു പോകുമ്പോൾ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു, അല്ലേ? സ്വഹാബികൾ പറഞ്ഞു, നബിയെ, അതൊരു ജൂതൻ്റെ മയ്യത്താണ്. പക്ഷെ തങ്ങൾ പറഞ്ഞു, അതൊരു ജീവനുള്ള മനുഷ്യനായിരുന്നുവല്ലോ, അതൊരു ജീവനുള്ള മനുഷ്യനായിരുന്നല്ലോ. മനുഷ്യനെ ബഹുമാനിച്ചു എന്നാണ്, മനുഷ്യനെ ബഹുമാനിക്കണം എന്നാണ്. അല്ലാഹു ചെയ്തതാണ്. വലഖദ് കറംനാ ബനി ആദം, ആദം നബിയുടെ മക്കളെ നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, സമുദ്രത്തിലും കരയിലും നാം അവരെ ചുമന്ന് കൊണ്ടുപോയി യാത്രയുടെ സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തു. യാത്രയുടെ സംവിധാനങ്ങൾ ബർറിലും ബഹറിലും, ഭൂമിയിൽ, കരയിലും കടലിലും. ആകാശത്തുനിന്ന് അന്ന് പറഞ്ഞാൽ അന്നത്തെ ആളുകൾ പറയും, മുഹമ്മദ് നബി എന്തായി പറയണത്, മനുഷ്യനെ എങ്ങനെ ഇതാക്കാനാണ്, എന്ത് വിഡ്ഢിത്തായി പറയുന്നത് എന്ന് പറഞ്ഞേനെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് പരിചയമുള്ള രണ്ട് സ്ഥലങ്ങളെ പരിചയപ്പെടുത്തി. ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, ഭക്ഷിക്കാൻ ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല ഭക്ഷണം മനുഷ്യൻ്റെ തീന്മേശയ്ക്ക് മുമ്പിലെത്തുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, ജീവികൾ, അവർക്ക് എന്താ ഭക്ഷിക്കാൻ കിട്ടുന്നത്? അവർ ജീവൻ നിലനിൽക്കുന്നുണ്ട്, അല്ലേ? ഒരു ജീവിക്കും കൊളസ്ട്രോളൊന്നും വരുന്നില്ല. നമ്മളായിട്ട്
തീറ്റിപ്പോറ്റുകയാണെങ്കിൽ മാത്രമേ അതിന് കൊളസ്ട്രോൾ എന്തൊക്കെ വരുള്ളൂ. നമ്മൾ തീറ്റ കൊടുക്കുകയാണെങ്കിൽ, അവകളായിട്ട് മേഞ്ഞ് തിന്നുകയാണെങ്കിൽ, ഗ്രേസിങ് അനിമൽസ്, ഒരു കുഴപ്പമില്ല, അവർക്കും ഒരു ഫാറ്റില്ല, ഒരു ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോളില്ല, ഒന്നുമില്ല. റസഖഹും മിന ത്വയ്യിബാത്ത്, അള്ളാഹു അവർക്ക് നൽകുന്ന ഭക്ഷണം വളരെ യുനീക്കാണ്. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നില്ലയോ? റസഖഹും മിന ത്വയ്യിബാത്ത്, മനുഷ്യൻ്റെ തീന്മേശയ്ക്ക് മുമ്പിലെത്തുന്ന ഭക്ഷണം, നീ വാങ്ങിക്കാൻ പറ്റുന്നത്, ചെന്നാൽ കാണാൻ പറ്റുന്നത്, ഇങ്ങനെ ഭക്ഷണം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലയോ? ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും വാഹനവും നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഒക്കെ ത്വയ്യിബാത്താണ്. വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീലാ, നമ്മൾ പടച്ച ഒരുപാട് സൃഷ്ടികളെക്കാൾ മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. അള്ളാഹു പടച്ച സൃഷ്ടികൾപ്പെട്ട ചിമ്പാൻസി കണ്ടാൽ മനുഷ്യനാ തോന്നും, ഇരിക്കുന്ന കുപ്പായ കെട്ടെടുത്ത് ടയ്യെ കെട്ടെടുത്താൽ നല്ല ഉഷാർ മനുഷ്യനാണ്. പക്ഷേ നടക്കുമ്പോൾ 4 കാലിലേ നടക്കാൻ പറ്റുള്ളൂ. മനുഷ്യൻ മുഖമുയർത്തി എണീറ്റ് നടക്കുന്നവനാണ്. മനുഷ്യനെപ്പോലെ അന്തസ്സ് തലയുയർത്തി നടക്കാൻ പറ്റുന്ന ജീവി ലോകത്തുണ്ടോ? ഇല്ല, മനുഷ്യൻ മാത്രമേ ഉള്ളൂ. കുറച്ചേരൊക്കെ 2 കാലിലൊക്കെ ചില ജീവികൾക്ക് നിൽക്കാൻ പറ്റിയേക്കാം, അത് കുറച്ച് നേരെ പറ്റുള്ളൂ. മനുഷ്യനെപ്പോലെ ഈ ഒരു ബാലൻസിൽ മുഖമുയർത്തി അന്തസ്സിൽ നെഞ്ചുവിരിച്ച് നടക്കാൻ പറ്റുന്നത് മനുഷ്യൻ മാത്രമാണ്. ബാക്കി ജീവജാലങ്ങൾ മനുഷ്യനെപ്പോലെ തോന്നുന്ന ജീവികൾ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. പക്ഷേ ബനു ആദം നബിയുടെ മക്കളെന്ന് ഖുർആൻ പറയുന്ന മനുഷ്യർ അവർ ഇസ്സത്തുള്ളവരാണ്. അള്ളാഹു അവരെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബ് തആല നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു തന്ന ആദരവിൻ്റെ ഭാഗമാണ്. അള്ളാഹു നമ്മളെ ബഹുമാനിച്ചതിൻ്റെ ഭാഗമാണ്. കണ്ണ് തന്നു, ഇവിടെ കാണാൻ ഒരു സാധനം ഇല്ല എന്ന് വിചാരിക്കുക. ലോകത്തൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, ഒരു കളറും ലോകത്തില്ലായിരുന്നു സങ്കല്പിക്കുക. എന്തായിരിക്കും അവസ്ഥ? മൂക്ക് തന്നു, ശ്വസിക്കാൻ വായുമില്ല, അത് ഇവിടെ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കണമെന്ന് വിചാരിക്കുക. എന്തായിരിക്കും അവസ്ഥ? എത്ര ആൾ ജീവിക്കും? വായ തന്നു അള്ളാഹു, ഭക്ഷിക്കേണ്ട സാധനം എന്താണ് നമുക്കറിയില്ല എന്ന് വിചാരിക്കാം. അപ്പം ആദം നബി അലൈഹിസ്സലാമിനെ നമ്മളെ സംബന്ധിച്ച സംശയമില്ല. വഅന്ന ലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറ, ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അള്ളാഹു തആല ഇറക്കുമ്പോൾ ആദം നബിയോട് റബ്ബ് തആല പറയാണ്, ആദം നബിയെ നിങ്ങൾക്ക് വിശക്കൂല, നിങ്ങൾക്ക് നഗ്നത കാണിച്ച് നടക്കേണ്ട അവസ്ഥയും ദുനിയാവിൽ ഉണ്ടാവില്ല. നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പോവുകയാണ്, പക്ഷേ എന്ത് ചെയ്യണ്ട, നിങ്ങൾക്കവിടെ വസ്ത്രം ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാവും. എങ്ങനെ? അള്ളാഹു ഇൻസ്പയർ ചെയ്തു ആദം നബി അലൈഹിസ്സലാമിനെ. അതുകൊണ്ട് ആദി മനുഷ്യൻ എന്ന് നമ്മൾ എന്തൊക്കെ ആന്ത്രോപോളജിയുടെ പേര് വെച്ച് പറഞ്ഞാലും, ആദിമ മനുഷ്യൻ എങ്ങനെയൊക്കെ അൺസിവിലൈസ്ഡ് ആണ് എന്ന് നമ്മൾ വെച്ച് കെട്ടിയാലും, ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദിമ മനുഷ്യൻ സംസാരിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നാണം മറച്ചിട്ടുണ്ട്. വീടുണ്ടാക്കാനും നിങ്ങൾക്ക് വെയിൽ കൊള്ളേണ്ട അവസ്ഥ വരൂല ആദം നബിയെ, നിങ്ങൾക്ക് ദാഹിച്ചു വലയേണ്ട അവസ്ഥയുണ്ടാവില്ല. വെള്ളവും ജലവും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഇത് മുഴുവൻ അള്ളാഹു സെക്യൂർ ചെയ്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാം ഭക്ഷണം കഴിച്ചു, മക്കളെ ഭക്ഷിപ്പിച്ചു, കൃഷി ചെയ്തു. അങ്ങനെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ വേറെ തിയറികളുടെ പിന്നാലെ പോകണം. തിയറി എന്താ പറയുക? മനുഷ്യൻ എന്താ തിന്നേണ്ടതെന്ന് അറിയില്ലായിരുന്നു, അങ്ങനെ പിന്നെ ഓരോന്ന് കടിച്ചു നോക്കും, ഏത് പറ്റൂല, അത് കടിച്ചു നോക്കും, ഏത് പറ്റൂല, അങ്ങനെ പറ്റിയതിലേക്ക് മനുഷ്യൻ എത്തിപ്പെടേണ്ടായത്. പിന്നെ പറയും വേവിച്ച് തിന്നാനൊന്നും അറിയില്ലായിരുന്നു, അങ്ങനെ പണ്ടെന്നോ കാട്ടിലൊരു തീ പിടിച്ചു, അതിൽ കുറേ ജീവികളൊക്കെ വെന്തു ചത്തുപോയി, ആ ജീവികളുടെ മാംസം എടുത്ത് തിന്നപ്പോഴാണ് ഓ വേവിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് അങ്ങനെ പിന്നെ ഒരു ബാർബിക്യൂ ചെയ്യാൻ പഠിച്ചത്. ഇതൊക്കെ പച്ച നുണകൾ പറയാണ്. ആരും കണ്ടിട്ടുണ്ടോ? വല്ല തെളിവുണ്ടോ? ഒന്നുമില്ല. മനുഷ്യൻ്റെ ധാരണകൾ വെച്ച് മനുഷ്യ സംസ്കാരത്തിൻ്റെ ആ ഒരു ഗ്രാജ്വൽ സ്റ്റെപ്പുകളെ മനുഷ്യൻ ഡിഫൈൻ ചെയ്യാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആദം നബി അലൈഹിസ്സലാമിന് എന്താണ് ഭക്ഷിക്കേണ്ടത്? പോയിസണുള്ള ഇല പോയി ആദം നബി കടിച്ചു നോക്കേണ്ട കാര്യമില്ല. ഏതാണ് തിന്നേണ്ടത് അവിടേക്ക് അള്ളാഹു ആദം നബിയെ, അതായത് മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിൻ അങ്ങനെ അള്ളാഹു പ്രോഗ്രാം ചെയ്തു എന്നാണ്. ഇത് ഭയങ്കര അത്ഭുതമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് സംശയമില്ല. ചിക്കനാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? നമ്മൾ പറയും കോഴി തന്നെയാണ്. എങ്ങനെ? അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു ജീവജാലങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞില്ലേ? ജീവികളെ പടച്ചു. അള്ളാഹുവിൻ്റെ ഒരു സബബ് ആവശ്യമില്ല. മനുഷ്യനെ പടച്ചു ആദം നബിക്ക് ഒരു ഉമ്മിമാപ്പിയും അല്ലല്ലോ. ആദം നബിയല്ലേ അള്ളാഹു പടക്കണത്. റിസൾട്ടാണ് വരുന്നത് സബബില്ലാതെ. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. റബ്ബ് തആല മനുഷ്യന് ഇതൊക്കെ ഇൻസ്പയർ, ഇതൊക്കെ അള്ളാഹു നൽകിയ ആദരവാണ്, മനുഷ്യന് കൊടുത്ത ബഹുമാനമാണ്. പക്ഷേ ഫെസിലിറ്റികളിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, ശരിയാണ്.
യാത്രാ സൗകര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതിന് അള്ളാഹുയുടെ ആയുസ്സും കൊടുത്തു, കുറേ കൂടുതൽ ആയുസ്. നമുക്ക് ആയുസ് ചുരുക്കി തന്നു, ഫെസിലിറ്റി കൂട്ടി തന്നു. അപ്പോൾ ശരി, ടാലിയായിട്ട് വരുന്നുണ്ട് രണ്ടും. 1000 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യൻ ചെയ്യുന്നത് നമുക്ക് 50 കൊല്ലം കൊണ്ട് 60 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റും. രണ്ടും ഒന്ന് തന്നെ. പിന്നെ അതിലേറെ അള്ളാഹു മഹത്വം നൽകുന്നത് ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അള്ളാഹു നൽകുന്ന ചില മഹത്വങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ അള്ളാഹുവിൻ്റെ അതാഇന് നമ്മൾ എങ്ങനെ നന്ദി പറയാനാണ്? കണ്ണ് ചിമ്മിയാലും തുറന്നാലും അൽഹംദുലില്ലാ എന്നല്ലാതെ എന്താ നമ്മൾ പറയാ? അള്ളാഹു നൽകിയത് മുഴുവനും അതാ ആണ്, അള്ളാഹുവിൻ്റെ ദാനമാണ്. പടച്ച തമ്പുരാൻ നമുക്ക് നൽകാതിരുന്നത്, ഇപ്പം ചില വിഷയങ്ങൾ വിഷമുള്ളതുണ്ടാവും. ഒരാൾക്ക് കടം വീടിയിട്ടില്ല, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ വീടുണ്ടായിട്ടില്ല, വണ്ടി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആഗ്രഹിച്ചത് നടന്നിട്ടില്ല, മക്കളുണ്ടായില്ല, ഇങ്ങനെയൊക്കെ വരാം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനായൊരു മനുഷ്യന്, മുഅ്മിനും അല്ലാത്തവരോടുണ്ട്, മുഅ്മിനായൊരു മനുഷ്യൻ അള്ളാഹു എന്തെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഖൈറിനാണെന്നാണ്. അള്ളാഹുവിൻ്റെ മൻഉം അതാഉം ഖൈറാണ്. അള്ളാഹു നൽകുന്നതും നൽകാതിരിക്കുന്നതും ഖൈറാണ്. അതുകൊണ്ടാണ് മുത്ലഖൻ ഷർറായ ഒരു കാര്യം ഭൂമിയിൽ പ്രപഞ്ചത്തിലില്ല എന്നാണ്. എങ്ങനെ നോക്കിയാലും ഷർറ് അങ്ങനെ സംഭവമില്ല. നമുക്ക് പ്രത്യക്ഷത്തിൽ ഷർറായിട്ട് തോന്നാം, പക്ഷെ അതിൻ്റെ പിന്നിൽ അള്ളാഹു ഖൈർ തന്നിട്ടുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാകാം, പക്ഷെ അതിൻ്റെ പിന്നിൽ അള്ളാഹു ഒരുപാട് ഉപകാരം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു ഷർറും മുഅ്മിനായ മനുഷ്യൻ്റെ ആംഗിളിലൂടെ നോക്കുമ്പോൾ അത് ഖൈറാണ്. അതുകൊണ്ട് ഒരു ഷർറും വെറും ഷർറായിട്ട് ഇല്ല ഈ പ്രപഞ്ചത്തിൽ. എന്തുകൊണ്ടില്ല? അള്ളാഹു അൽ മാജിദ് സുബ്ഹാന, മഹത്വമുടയവനാണ് അള്ളാഹു. അങ്ങനത്തെ റബ്ബ് എല്ലാ നിലക്കും എങ്ങനെ നോക്കിയാലും ഷർറ് അങ്ങനത്തെ ഒരു സംഭവം അള്ളാഹു ചെയ്യൂലാണ്. അൽ മാജിദ് സുബ്ഹാന. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീലാ. അള്ളാഹുവിൻ്റെ എത്ര സൃഷ്ടികളെക്കാൾ അള്ളാഹു നമ്മളെ ബഹുമാനിച്ചു, ആദരിച്ചു. നമ്മളെക്കാളും തടിയും വലിപ്പമുള്ള ആനയും ജിറാഫൊക്കെ അവിടെ അല്ലേ? ആ ജിറാഫിന് ആനയൊക്കെ വരച്ച വരയിൽ മനുഷ്യൻ നിർത്തുന്നില്ലേ? ആനക്കെങ്ങാനും തോന്നുകയാണെങ്കിൽ ഒരു നേരത്തെ ഫുഡിന് തികയോ ഒരു മനുഷ്യൻ? ആ ആനയും തെളിച്ചിട്ടേ കൊണ്ടുപോണത്. പൂരങ്ങൾക്കും അങ്ങാടിയിലും പറഞ്ഞ പോലെ ആനയെ കൊണ്ട് വട്ടം കറക്കണതൊക്കെ ഈ ചെറിയ മനുഷ്യനല്ലേ? ആലോചിച്ച് നോക്കി. അള്ളാഹു ചെയ്ത തസ്ഹീർ എന്നതിന് പറയാം. എല്ലാം റബ്ബ് മനുഷ്യനെ കീഴ്പ്പെടുത്തി കൊടുത്തു. എല്ലാം അള്ളാഹു മനുഷ്യനെ കീഴ്പ്പെടുത്തി കൊടുത്തു. ഇത് അള്ളാഹു മനുഷ്യനെ ആദരിച്ചതാണ്. പ്രപഞ്ചത്തിൻ്റെ അത്ഭുതം അതാണ്. അതുകൊണ്ട് നമുക്ക് ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ മനുഷ്യനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന്. കാട്ടുകൂടെ ജീവികൾ പോകുന്നുണ്ട്, മനുഷ്യനും കടന്നു പോകണം. ആരാണ് ആദ്യം പോകേണ്ടത്? മനുഷ്യനാണ് പോകേണ്ടത്. നമ്മളെന്ത് പറയും? ജീവികൾ ഉറക്കം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി, രാവിലെ കാട് നമ്മൾ അടച്ചിടുകയാണ്, നിങ്ങൾ രാവിലെ പോയാൽ മതി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനൊരു ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടല്ല നിയമം ഉണ്ടാക്കുന്നത്. മൊത്തത്തിൽ ആലോചിച്ചാൽ എല്ലാവരും ജീവികൾ, എല്ലാവരും ഭൂമിയുടെ അവകാശികൾ. നമ്മുടെ വൈക്കം ബഷീർ സാഹിബ് പറഞ്ഞ പോലെ എല്ലാവരും ഭൂമിയുടെ അവകാശികൾ. അപ്പോൾ എല്ലാവരും ജീവിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ മനുഷ്യന് മുൻഗണന കൊടുക്കണം എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യന് അവൻ്റെ യാത്ര, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, എന്നാൽ പ്രകൃതിയെ നശിപ്പിക്കാതെ ബുദ്ധിമുട്ടാക്കാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾക്ക് ഉപദ്രവം ചെയ്യാതെ മനുഷ്യനുള്ള യാത്രാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ്. എന്തേ? മനുഷ്യനാണ് സെൻറ്റർ, മനുഷ്യനാണ് പ്രാമുഖ്യമുള്ളത്. ദഖല റജുലുൻ അൽ ജന്നത ഫീ ഷജറ. ഒരു മരം മുറിച്ചു മാറ്റിയതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ അള്ളാഹു സ്വർഗം കൊടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം എന്നറിയോ? ആ മരം ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയുടെ മധ്യത്തിലായിരുന്നു. അതിനെ മുറിച്ചു മാറ്റിയപ്പോൾ ഫശഖറല്ലാഹു സഅയഹു, അയാൾ ചെയ്ത പണിയെ അള്ളാഹു ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? മരം തന്നെ, മരം ഓക്സിജൻ തരുന്നുണ്ട്, തണൽ നൽകുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ മനുഷ്യൻ്റെ യാത്ര അത് ഇതിലേറെ മുൻഗണനയുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യനാണ് മുൻഗണന കൊടുക്കേണ്ടത്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ ഫേവറിലാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹു ലോകത്തെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് മാംസം കഴിക്കാൻ അള്ളാഹു അനുവദിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് പിന്നെ പലതരത്തിലുള്ള ധാന്യങ്ങളും പഴങ്ങളും പഴവർഗ്ഗങ്ങളും വെജിറ്റബിൾസും ഒക്കെ അള്ളാഹു നമുക്ക് അനുവദനീയമാക്കിയത്. എന്തിന്? മനുഷ്യൻ ആണ് പ്രാമുഖ്യം ഇവിടെ. ഇത് ഖുർആനിൻ്റെ അധ്യാപനമാണ്. ഇങ്ങനൊരു ടെക്സ്റ്റ് ഒന്നും ഇല്ലാത്തൊരു ആലോചിച്ചുണ്ടാക്കി സ്വന്തം അഭിപ്രായം പറയേണ്ടി വരും. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ വരിക. എല്ലാവരും ഈക്വലാണ്, ജീവികളും പാമ്പുകളും ഒക്കെ അങ്ങനെ. പാമ്പിനെ കൊന്നാൽ പിന്നെ ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെയല്ല. ഹാനികരമായ മനുഷ്യനെ ഉപദ്രവം ചെയ്യുന്ന എന്തിന് എന്തായിരുന്നാലും തേളോ പാമ്പോ ആകട്ടെ ഹറമിൻ്റെ ഉള്ളിൽ കണ്ടാൽ പോലും കൊല്ലണം എന്നാണ്. അങ്ങനെയാണ്. ഹറമിൻ്റെ ഉള്ളിൽ പോലും കൊല്ലുന്നത്. എന്തുകൊണ്ട്?
മനുഷ്യന് ഉപദ്രവം വരാൻ പാടില്ല. വലഖദ് കറംനാ ബനി ആദം. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോന്നും വെറുതെ അങ്ങോട്ട് എറിഞ്ഞിട്ട് തന്നതല്ല. പിന്നെയോ അള്ളാഹു നമ്മെ ആദരിച്ചതിൻ്റെ ഭാഗമാണ്, നമുക്ക് കിട്ടിയതല്ല. നമ്മുടെ യൗവനവും ബാല്യവും നമ്മുടെ സൗഹൃദവും നമ്മുടെ ഫുട്ബോൾ കളിക്കുന്ന ചങ്ങാതിമാരും നമ്മൾ എവിടെയെങ്കിലും വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആളുകളും നമ്മുടെ അയൽവാസികളും കൂട്ടുകാരും കൂടെ പഠിച്ചവരും, ഇതെല്ലാം അള്ളാഹു നമ്മെ ആദരിച്ചതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് റബ്ബ് തആലയ്ക്ക് തിരിച്ച് നമ്മൾ എന്ത് ശുക്ർ കൊടുക്കണം. ഒരു ചുയിങ്കത്തിൻ്റെ പാക്ക് ആ കുട്ടി കൊടുത്തപ്പോഴേക്കും എനിക്ക് ലോകത്ത് ഏത് കിട്ടിയാലും അതിലും വലുതാണ് ഈ ഒരു പാക്കറ്റ് എന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ, ആ മനുഷ്യൻ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾക്ക് തിരിച്ചു കിട്ടിയ ചെറിയൊരു ഉപകാരത്തെ ആ മനുഷ്യൻ കാണിക്കുന്ന അതിന് വില കൊടുക്കുന്നതാണ് റബ്ബ് തആല. വഖലീലും മിൻ ഇബാദിയ ശകൂർ. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ നന്ദി ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അള്ളാഹുവിൻ്റെ ഇബാദുകളിൽ നന്ദി ചെയ്യുന്നവരെ കുറവാണെന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും നാവുകൊണ്ട് നമ്മുടെ മക്കൾ, നമ്മുടെ വീട്ടുകാർ അൽഹംദുലില്ലാ, ഏത് ചെറുതിനും വലുതിനും അൽഹംദുലില്ലാ, ഏത് സമയത്തും അൽഹംദുലില്ലാ. മാജിദായ അള്ളാഹുവിൻ്റെ വലിയ വലിയ നിഅമത്തുകളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതം മുഴുവനും ദാനമാണ്. എങ്ങനെ? അള്ളാഹു ചെയ്തത് ദാനമാണ്. മാജിദും മജീദുമായ അള്ളാഹു റബ്ബ് തആല ആദരവോടുകൂടെ മനുഷ്യനെ കൊടുക്കുക ചെയ്തത്. അതുകൊണ്ട് മനുഷ്യൻ തിരിച്ചു കൊടുക്കണം. എന്തൊക്കെ കൊടുക്കണം? നമ്മുടെ സമയം, പാവപ്പെട്ടവർക്ക്, ജനങ്ങൾക്ക്, വിഷമനുഭവിക്കുന്ന ആളുകൾക്ക്, സങ്കടം പറയാനുള്ളവർക്ക് നമ്മുടെ സമയം കൊടുക്കേണ്ടി വരും. നമ്മുടെ സമ്പാദ്യം, നമ്മുടെ ജീവിതം, നമ്മുടെ വിലപ്പെട്ടത് അള്ളാഹു മനുഷ്യർക്ക് നൽകുന്നത് പോലെ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. നമ്മളാൽ കഴിയുന്ന പോലെ നമ്മൾ കൊടുക്കേണ്ടവരാണ്. അമ്പിയാക്കന്മാർ മുഴുവൻ കൊടുത്തവരാണ്, അവർ തിരിച്ചെടുത്തിട്ടില്ല. വലം യഖുദു ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്. ഞങ്ങൾക്കൊന്നും തിരിച്ചു തരണ്ട, ഞങ്ങൾക്ക് തരേണ്ടത് അള്ളാഹു തരും. ഇത് പറഞ്ഞവരാണ് അമ്പിയാക്കന്മാർ. ഒരു നബിയും അവരുടെ വാപ്പയിൽ നിന്ന് അനന്തരം എടുത്തിട്ടില്ല എന്നാ. മകൻ പ്രവാചകനായിരിക്കെ വാപ്പ മരിച്ചു കഴിഞ്ഞാൽ മകന് കിട്ടേണ്ട സ്വത്ത് സമൂഹത്തിന് കൊടുക്കേണ്ട പൊതുസ്വത്താണ്. ഒരു പ്രവാചകൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ പ്രവാചകൻ്റെ സമ്പത്ത് ഉമ്മത്തിൻ്റെ പൊതുമുതലാണ്, അവരുടെ മക്കൾക്കും കിട്ടൂല. ഒരു നബിയും അനന്തരം എടുക്കുകയോ അനന്തരം കൊടുക്കുകയോ ചെയ്യൂല എന്നാ. നഹ്നു മആശറൽ അംബിയ ലാ നരിഥു വലാ നൂറസ്. അവർ കൊടുക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും സക്കാത്ത് പഠിപ്പിച്ച സമയത്ത് സക്കാത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും എന്നായിരുന്നുവെങ്കിൽ ശത്രുക്കൾക്ക് പറയാനൊരവസരം ഉണ്ടായേനെ. എങ്ങനെ? ഇസ്ലാം മുഹമ്മദ് നബി ഉണ്ടാക്കി എന്ന് പറയുകയും തങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടി സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു, ആ സക്കാത്തൊക്കെ നബി തങ്ങൾ വാങ്ങിച്ചു വെച്ചു എന്ന് പറയാനൊരവസരം അവിടെ ഉണ്ടായി പോകുമായിരുന്നു. പക്ഷേ സക്കാത്തിൻ്റെ അവകാശികളിൽ തങ്ങളോ അഹ്ലു ബൈത്തോ പെടുന്നില്ല. നബി തങ്ങൾക്കും അവിടുത്തെ അഹ്ലു ബൈത്തിനും സക്കാത്ത് സ്വീകരിക്കാൻ പാടുള്ളതല്ല. അവരെത്ര മിസ്കിന്മാരാണെങ്കിൽ തന്നെ അവർക്ക് ഹദിയ സ്വീകരിക്കാം. അന്ന് പിന്നെ യുദ്ധത്തിൽ പ്രബലമായ പക്ഷപ്രകാരം സക്കാത്ത് എന്നത് ആ പ്രവാചക കുടുംബത്തിന് യോജിച്ചതല്ല. സുബ്ഹാനല്ലാഹ്, നോക്കണം. അങ്ങനെ അല്ലായിരുന്നു നിയമമെങ്കിൽ അവിടെ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ വരുമായിരുന്നു. പക്ഷേ തങ്ങൾക്ക് വേണ്ടിയല്ല അത് ചെയ്തത്. തങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാ, തങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു ബൈത്തിന് സക്കാത്തില്ല. അവർക്ക് ഹദിയ കൊടുക്കാം, സമ്മാനങ്ങൾ കൊടുക്കാം, പക്ഷെ സക്കാത്തില്ല. അള്ളാഹു അച്ഛാ ആണ്. അള്ളാഹുവിൻ്റെ റബ്ബ് തആലയുടെ അള്ളാഹുവിൻ്റെ രീതി അച്ഛാ ആണ്, നൽകലാണ്. അമ്പിയാക്കന്മാർ അച്ഛാ ആണ് ചെയ്തത്, കൊടുക്കുക ചെയ്തത്, സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ സമ്പത്ത്, അനുഭവം, എക്സ്പെർട്ടീസ്, ചിന്തകൾ, ആശയങ്ങൾ സമൂഹത്തിന് കൈമാറാണ്. നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ കഴിയുമോ അതൊക്കെ കൊടുക്കുകയാണ്. മുഅ്മിൻ്റെ ആദ്യത്തെ വിശേഷണം സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നത് എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അലിഫ് ലാം മീം, അതിൻ്റെ ആശയം എന്താണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഈ ഗ്രന്ഥം, ആ ഗ്രന്ഥം എന്നാ പറയാ, വാക്കർത്ഥം അങ്ങനെ, പക്ഷേ ഈ ഗ്രന്ഥം എന്നാ അവിടെ അർത്ഥം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇത് അള്ളാഹുവിൻ്റെ വചനമാണെന്നതിൽ സംശയമേ വേണ്ട. ഹുദൻ, ഇത് സന്മാർഗമാണ്. ഖുർആൻ
സന്മാർഗമാണ്. ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ഇതിൽ സന്മാർഗമുണ്ട്. ആരാണവർ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, കാണാത്ത, നമ്മുടെ ചിന്തകൾക്കതീതമായ, നമ്മുടെ സെൻസറി ഫാക്കൽറ്റികൾക്ക് അതീതമായ ഒരു ലോകത്തെക്കുറിച്ച് ഖുർആനും പരിശുദ്ധ റസൂലും പഠിപ്പിച്ചു തരുമ്പോൾ അത് വിശ്വസിക്കുന്നവരാണ്. മലക്കുകൾ, ജിന്നുകൾ, ഖബറിനുള്ളിലെ ജീവിതം, പരലോക ജീവിതം, നാളത്തെ വിചാരണ, അമലുകൾ തൂക്കി നോക്കുന്ന തുലാസ്, നരകത്തിൻ്റെ മീതെ കടന്നു പോകുന്ന പാലം, അള്ളാഹു കിതാബ് നൽകുന്നത്, നരകം സ്വർഗം നമ്മൾ കണ്ടതല്ല. പക്ഷേ പുണ്യനബി ഞങ്ങൾ പഠിപ്പിച്ചു, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. യുഅ്മിനൂന ബിൽ ഗൈബ്, ആ ഒരു ലോകത്തേക്ക് പോകുന്നവനാണ് ഞാൻ എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കുന്ന ആളുകൾ. വയുഖീമൂന സ്വലാ, നിസ്കാരം നിലനിർത്തിക്കൊണ്ടുപോരുന്നവർ. കൺസിസ്റ്റൻ്റ്ലി ദേ പെർഫോം പ്രെയർ. അത് റമദാനിൽ റജബായി മാഷാ അല്ലാഹ്, ഷഅബാൻ, റമദാൻ വരുന്നു. ഒരു പ്രത്യേക സമയങ്ങളിലോ മാസങ്ങളിലോ അല്ല, എപ്പോഴും നിരന്തരമായി നിസ്കാരം നിലനിർത്തുന്നവർ. ഖീമൂന സ്വലാ. എന്നിട്ട് പറഞ്ഞു വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവരെ ചെലവഴിക്കുന്നവരാണ്. അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക. ഇതിന് മുഅ്മിനേ കഴിയുള്ളൂ. പൈസ അള്ളാഹു എനിക്ക് തന്നതാണ് എന്ന് ചിന്തിക്കാൻ കഴിയുള്ളൂ, മുഅ്മിന് മാത്രമേ പറ്റുള്ളൂ. ഇത് എൻ്റെതാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾ കൊടുക്കൂലല്ലോ. അതുകൊണ്ടാണ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ദേ സ്പെൻഡ് ഫ്രം വാട്ട് വി ഹാവ് പ്രൊവൈഡഡ് ദം വിത്ത്. നമ്മൾ കൊടുത്തതാണത്, അതിൽ നിന്ന് കൊടുക്കുന്നവരാണ്. അള്ളാഹു തന്നതാണ് ഇത്, എൻ്റെ കയ്യിൽ അമാനത്തായി ഏൽപ്പിച്ചതാണ്. ഇത് മുഴുവൻ എൻ്റെതല്ല. എൻ്റെ കയ്യിൽ അള്ളാഹു തന്നതിൽ എൻ്റെ അയൽപക്കത്തെ ഡയാലിസിസ് രോഗികൾക്ക് അവകാശം ഉണ്ടാവും, എൻ്റെ കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക് അവകാശമുണ്ട്, എൻ്റെ അയൽപക്കക്കാർക്ക് അവകാശമുണ്ട്, ചോദിച്ചു വരുന്നവർക്ക് അവകാശമുണ്ട്. അങ്ങനത്തെ ഒരുപാട് ആളുകളുടെ റിസ്ക് എൻ്റെ കയ്യിൽ അള്ളാഹു വെച്ചിരിക്കുകയാണ്. ഇത് എൻ്റേതല്ല, എനിക്ക് റബ്ബ് എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് ചിന്തിക്കുന്നവരാണ് യുൻഫിഖൂൻ, ചെലവഴിക്കുക. അല്ലാത്തവർക്ക് ചെലവഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും പ്രകടമായ സ്വഭാവം കൊടുക്കാൻ കഴിയാന്ന. അല്ലാണ്ട് എല്ലാ കാര്യവും റെഡിയാണ്, പക്ഷേ പൈസ കൊടുക്കേണ്ട കാര്യം വരുമ്പോൾ മാത്രം അവിടെ പിശുക്ക് കാണിക്കും. അത് ഈമാൻ്റെ കുറവാണ്, വേറെ ഒന്നുമല്ലത്. വായോണ്ട് വിരിയം വെക്കുക, ഭയങ്കര ഉഷാറായിട്ട് വർത്താനം പറയാം, പക്ഷേ ഒരു കാര്യത്തേക്ക് അടുക്കും അവിടുന്ന് മുങ്ങിക്കളയാം. ഒരു വിഷയത്തിലേക്ക് ഇടപെടുമ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല, എന്തേ പിശുക്ക് തോന്നുകയാണ്, കൊടുക്കണ്ടെന്ന് തോന്നുകയാണ്. എന്തുകൊണ്ട്? കാശ്, പൈസ എന്ന് പറഞ്ഞാൽ അവിടെ മരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇത് അള്ളാഹു തന്നതാണ്. ഇത് റബ്ബ് വമിമ്മാ റസഖ്നാഹും, അള്ളാഹു ഏൽപ്പിച്ചതാണ് എന്ന ബോധമുള്ളവർക്കേ യുൻഫിഖൂൻ കൊടുക്കാൻ പറ്റുള്ളൂ. മുഅ്മിനീങ്ങൾ അങ്ങനത്തെവരാ. അവർക്കേ ഖുർആൻ ഓതിയിട്ട് ഫലമുള്ളൂ, അവർക്കേ ഖുർആൻ കൊണ്ട് ഹിദായത്ത് ലഭിക്കുള്ളൂ എന്നാണ് സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗം അള്ളാഹു തആല പറയുന്നത്. മുഅ്മിനീങ്ങളുടെ സ്വഭാവം ഈ കൊടുക്കലാണ്, അച്ഛാണ്. അള്ളാഹു നൽകിയത് ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം ചെലവഴിക്കണം ഉമ്മത്തിന് വേണ്ടി. വോളണ്ടറി വർക്ക്, വോളണ്ടിയർമാരായിട്ട് ജോലി ചെയ്യണം, ഉമ്മത്തിന് വേണ്ടി സേവനം ചെയ്യണം. സമയം കൊടുത്തിട്ടുണ്ട് അള്ളാഹു, കാര്യമായ ജോലി വളരെ കുറച്ചുള്ളൂ, ബാക്കി സമയം ഫ്രീ ആണ്, ഉമ്മത്തിന് വേണ്ടി ചെലവഴിക്കണം. സമ്പത്തുണ്ട്, ഉമ്മത്തിന് വേണ്ടി ചെലവഴിക്കണം. ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഹോൾഡുണ്ട്, അത് ഉമ്മത്തിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കണം. എന്നാണ് നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഉപയോഗിക്കണം. അതാണ് മാജിദായ അള്ളാഹുവിനെ സംബന്ധിച്ച് അൽ മജീദ് സുബ്ഹാന. റബ്ബ് തആലയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു ബഹുമാനം കൊണ്ട് ദാനം ചെയ്തവനാണ്, നമ്മെ ബഹുമാനിച്ചുകൊണ്ട് തന്നവനാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് നമുക്ക് കിട്ടിയത് കൂടെയുള്ള അള്ളാഹുവിൻ്റെ അയാലുകൾക്ക്, അള്ളാഹുവിൻ്റെ ആശ്രിതർക്ക് കൊടുക്കാൻ പറ്റുക. അതാണ് മാജിദ് എന്ന ഇസ്മ മനസ്സിലാക്കിയാൽ നമ്മൾ ചെയ്യേണ്ട പണി. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. فأي الفريقين أحق بالأمن إن كنتم تعلمون. الله ചോദിക്കാൻ, ആരാണ് സമാധാനം അർഹിക്കുന്നവർ? ആർക്കാണ് ഇവിടെ സമാധാനം? ഫഅയ്യുൽ ഫരീഖൈൻ, അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർക്കാണോ അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവർക്കാണോ? അഹഖു ബിൽ അംന്,
ആർക്കാണ് ഇവിടെ സമാധാനം ഉണ്ടാവുക? ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് കാര്യം അറിയുമെങ്കിൽ നിങ്ങൾ പറയിൻ, ആർക്കാണ് ഇവിടെ സമാധാനം ഉണ്ടാവുന്നത്? ഇത് അള്ളാഹിൻ്റെ മറുപടി. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സൂറത്തുൽ അൻആം. അല്ലദീന ആമനൂ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തെ ഒരു അതിക്രമം കൊണ്ട് കളങ്കം വരുത്താതിരിക്കുകയും ചെയ്തവർ. ഈമാനുണ്ട്, ആ തൗഹീദിൽ ഉറച്ചു നിന്നു, ഷിർക്കിലേക്കും കുഫറിലേക്കും പോയില്ല, നന്ദികേടിലേക്ക് പോയില്ല, ളുൽമ് ചെയ്തില്ല, ജനങ്ങളെ അവരുടെ ഹക്കുകൾ പിടിച്ചെടുക്കുക, അവരോട് അതിക്രമമായി പെരുമാറുക, ജനങ്ങളെ ഇൻസൾട്ട് ചെയ്യുക, ഇതൊന്നൊരു മുഅ്മിന് ചെയ്യൂല. അങ്ങനത്തെ വിശ്വാസികളാണെങ്കിൽ ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് സമാധാനമുള്ളത്. വഹും മുഹ്തദൂൻ, അവർ നേരായ മാർഗത്തിലാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്കാണ് വരുന്നത്, ഈമാനുള്ള ആളുകൾ. വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ, നമ്മൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഓടുന്നതിനേക്കാളും ഏറ്റവും അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഏറ്റവും ഖൈറായത്. നമ്മൾ വേണം, കുറേ കാശുണ്ടാക്കണം, കുറേ സമ്പാദ്യം വേണം, കുറേ വരുമാനം വേണം എന്നാഗ്രഹിച്ച് ഓടുന്നുണ്ടല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം പവിത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഒരു മഹാനായ ഒരു സ്വഹാബിയുടെ ഒരു ദുആയുണ്ട്. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ദുആ ഉണ്ട്. اللهم هب لي حمدا ومجدا لا مجد إلا بفعال ولا فعال إلا بمال اللهم لا يصلحني إلا هو ولا أصله إلا عليه. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അൻസ്വാരിയായ സ്വഹാബിയാണ്. اللهم هب لي حمدا ومجدا, അല്ലാഹുവേ എനിക്ക് നീ സ്തുതി പറയാനുള്ള തൗഫീഖ് നൽകണമേ. വമജ്ദൻ, നീ മജീദാണ് അല്ലാഹു, നീ മാജിദാണ് റബ്ബേ, എനിക്ക് മഹത്വം തരണം. ഷറഫ് മനുഷ്യൻ്റെ ആഗ്രഹമാണ്, ജീവിക്കുമ്പോൾ അന്തസ്സോടെ ജീവിക്കുക എന്ന് പറഞ്ഞത്. അത് മനുഷ്യൻ്റെ ഒരു ആരോഗ്യം പോലെ മനുഷ്യൻ്റെ ആവശ്യമുള്ള കാര്യം, മനുഷ്യൻ്റെ അഭിമാനം. ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അഭിമാനം പിച്ച് ചെയ്യുന്നിടത്ത് അവർക്കാണ് വലിയ മാർക്കും വലിയ ഫോളോവേഴ്സൊക്കെ അവർക്കായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ ഡിഗ്നിറ്റി പിച്ച് ചെയ്യുക, അത്രയും ചീപ്പായ ആളുകൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യന് മഹത്വമുണ്ട്. മുഅ്മിനീങ്ങളാണെങ്കിൽ അതിൻ്റെ മഹത്വം കഅബയേക്കാളും വലുതാണ്. അപ്പോൾ അത് തൊട്ടുകളിക്കാൻ പാടില്ല എന്നാണ്, അത് ചെയ്യാൻ പാടില്ല. നമ്മൾ സോഷ്യൽ മീഡിയകളുടെ വയലേഷൻ എന്ന് പറയുന്നത് പോലും ഈ പേഴ്സണൽ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. മനുഷ്യനാണെങ്കിൽ കേസ് കൊടുക്കാം, അത് നഷ്ടപരിഹാരം വാങ്ങിക്കാം. ആളുകളുടെ മേക്കെട്ട് കയറുക, ഇൻസൾട്ട് ചെയ്യുക, ഒരു മനുഷ്യൻ്റെ ഷറഫിനെ ഹനിക്കുക, ഒരു മനുഷ്യൻ്റെ മഹത്വം ഇല്ലാണ്ടാക്കുക, അങ്ങനെ ആരെയും ചെയ്യാൻ പാടില്ല, കുറ്റകരമാണ്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ചോദിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹംദൻ വമജ്ദൻ, അല്ലാഹുവേ എനിക്ക് മഹത്വം വേണം. അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുവിനോട് മഹത്വം ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹംദൻ വമജ്ദ ലാ മജ്ദ ഇല്ലാ ബിഫിആൽ, അല്ലാഹുവേ മഹത്വം കിട്ടണമെങ്കിൽ കർമ്മങ്ങൾ ചെയ്യണം. ഭയങ്കര അത്ഭുതമല്ലേ ഇത്? കർമ്മങ്ങൾ ചെയ്തവർക്ക് മഹത്വം. നമ്മൾ ആരെ ആദരിക്കുക? ആരെ നമ്മളിവിടെ ആദരിക്കാറുള്ളത്? സേവനം ചെയ്ത ആൾക്കാരെ അല്ലേ, സമൂഹത്തിന് സമർപ്പിച്ച ആൾക്കാരെ. കുറേ പൈസ ഉണ്ടാക്കുന്ന മുതലാളിമാരിവിടെ അല്ലേ, ഗൾഫിലൊക്കെ അല്ലേ, അവരെ കൊണ്ടൊന്നും ആദരിക്കാറുണ്ടോ? അവർ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നല്ല, സമൂഹത്തിന് ഒരു ചുക്കും ഒരു ഉപകാരവും കിട്ടാത്ത എത്ര മുതലാളിമാരുണ്ട്? ആരെങ്കിലും അവരെ ഓർക്കാറുണ്ടോ? മരിച്ചോ ജീവിച്ചോ ആരെങ്കിലും അറിയാറുണ്ടോ? അവരും അവരുടെ കുടുംബൻ്റെ മക്കൾ, ഇതിനപ്പുറത്തേക്ക് അവർക്ക് ചിന്തയില്ലാത്തവർ. നേരെ മറിച്ച് നമ്മുടെ ഏതെങ്കിലും ഒരു ദീനീ സ്ഥാപനം, നമ്മുടെ ഒരു സംഘടന, നമ്മുടെ പൊതുപ്രവർത്തനങ്ങൾ, നമ്മുടെ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതിലേക്ക് സഹായിക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ മരിച്ചാലെങ്കിലും 1000 ആളുകളുടെ മയ്യിത്ത് നിസ്കാരം കിട്ടും. എന്തേ? ഉമ്മത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത ആളുകളാണ് അല്ലേ? അപ്പോൾ ഒരു മനുഷ്യൻ്റെ മഹത്വം എന്ന് പറയുന്നത് ലാ മജ്ദ ഇല്ലാ ബിഫിആൽ, പടച്ചവനെ കർമ്മങ്ങൾ ചെയ്താലേ മഹത്വം കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. ആര് പറയാണ്? സ്വഹാബിയായ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറയാ വലാ ഫിആല ഇല്ലാ ബിമാൽ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പടച്ചവനെ പൈസ വേണ്ടേ? അങ്ങനെയല്ലേ? ഒരു പൊതുപ്രവർത്തകൻ എന്ന് വിചാരിക്കുക, മിനിമം ഒരു ബസ്സിനോ ടാക്സിക്കോ വണ്ടിക്കോ ട്രെയിന് കയറി വരണമെങ്കിൽ കയ്യിൽ പൈസ വേണ്ടേ? പൈസ ഇല്ലാണ്ട് എന്ത് ചെയ്യും?
പൊതുപ്രവർത്തകന്മാർ നമ്മളെപ്പോഴും വളരെ സ്നേഹത്തോടുകൂടെ ആലോചിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ പിന്നെ പ്രതിഫലമർഹിക്കുന്ന ആളുകൾ പൊതു സേവനം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അവരാണ്, ഒരു സംശയവുമില്ല. കാരണം അവർ കയ്യിൽ നിന്ന് എടുത്തിട്ടായി ചെയ്യുന്നത്. ഒരുപക്ഷെ അവിടെ പ്രസംഗിക്കാനോ ഗസ്റ്റായിട്ടോ വരുന്ന ആളുകൾ അവരുടെ ടിക്കറ്റ് ഓൾറെഡി പെയ്ഡാണ്, അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ആയിക്കോട്ടെ, അത് അതിൻ്റെ ഭാഗമാണ്. നേരെ മറിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളോ അവർക്ക് എന്ത് കിട്ടി? അള്ളാഹുവിൻ്റെ പ്രതിഫലമല്ലാതെ മറ്റൊന്നുമില്ല. നാളെ റബ്ബിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? അവർ ചെയ്യുന്ന മുഴുവൻ സേവനം അതിനൊന്നും നത്തിങ് ദേ ആർ പെയ്ഡ് ബാക്ക്, ഒന്നും കിട്ടുന്നില്ല. കിട്ടുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്ന സേവനത്തിന് വലിയ പ്രവർത്തനം ചെയ്യണമെങ്കിൽ അള്ളാഹുവേ ലാ ഫിആല ഇല്ലാ ബിമാൽ, അള്ളാഹുവേ സമ്പത്ത് വേണം റബ്ബേ, പൈസ വേണം. പൈസ ഇല്ലാണ്ടിരുന്നാൽ വരാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുക, ഇവിടെ KMCCയുടെ ഒരു മീറ്റിംഗ് നടക്കുക, അല്ലെങ്കിൽ സുന്നി സെൻ്റർ പ്രവർത്തനങ്ങൾ നടക്കുക, പ്രവർത്തക സമിതി നടക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു ചാരിറ്റി റണ്ണ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു ഇവൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസഫിലായിരിക്കും താമസം, ബനിയാസിലായിരിക്കും, ഷഹാമിയിലായിരിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണം, മിനിമം ബസ് കയറണ്ടേ? വണ്ടി ഇല്ലാത്തവരാണെങ്കിൽ വണ്ടിക്കാണെങ്കിൽ എണ്ണ അടിക്കണ്ടേ? ഇതൊക്കെ മനുഷ്യന് ചിലവുകളല്ലേ? അള്ളാഹുവേ, എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ ചിലവ് കഴിച്ച് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിലല്ലേ പൊതുപ്രവർത്തനം ചെയ്യാൻ പറ്റൂ. പൊതുപ്രവർത്തനം ചെയ്താലല്ലേ മഹത്വമുണ്ടാകൂ. അതുകൊണ്ട് ഞാൻ നിന്നോട് മഹത്വവും ശുക്റും നന്ദി ചെയ്യാനുള്ള തൗഫീഖും ചോദിക്കുകയാണ് റബ്ബേ. പക്ഷേ മഹത്വം ചെയ്യണമെങ്കിൽ കർമ്മങ്ങൾ ചെയ്യണം, കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ സമ്പത്ത് വേണം. അതുകൊണ്ട് റബ്ബേ അല്ലാഹുമ്മ ലാ യുസ്ലിഹിനി ഇല്ലാഹു, പടച്ചവനെ അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് നന്നാകാൻ പറ്റൂ. പടച്ചവനെ അത് കിട്ടിയെങ്കിലേ എനിക്കെൻ്റെ കാര്യങ്ങൾ ശരിയാവുള്ളൂ. വല അസ്ലുഹു ഇല്ലാ അലൈഹി, എനിക്ക് ശരിയാവാനും ആ വിഷയം എനിക്ക് ശരിയാവാനും ഇത് രണ്ടും വേണം റബ്ബേ. എനിക്ക് കർമ്മം ചെയ്യണം, പൈസ വേണം. അതുകൊണ്ട് റബ്ബേ എൻ്റെ കയ്യിലേക്ക് ഹലാലായ പൈസ തരയണമേ എന്ന് ചോദിക്കുമായിരുന്ന സ്വഹാബിയാണ് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു. എനിക്ക് ഒരു കുഴപ്പമില്ല, പഠിച്ചവനെ നല്ല ശമ്പളം വേണം, എന്നാലേ റബ്ബേ എൻ്റെ നാട്ടിലെ എത്തീംഖാനൊക്കെ, അവിടുത്തെ പള്ളി ദർസക്ക്, അവിടുത്തെ മദ്രസക്ക്, പള്ളിക്ക് ഒരു മാസത്തിൽ ഇന്ത്യൻ്റെ ഒരു 500 രൂപയെങ്കിലും, ഒരു 1000 രൂപയെങ്കിലും കൊടുക്കണമെങ്കിൽ റബ്ബേ എൻ്റെ കയ്യിൽ വേണ്ടേ. അതുകൊണ്ട് റബ്ബേ എനിക്ക് പൈസ താ എന്ന് റബ്ബിനോട് ചോദിച്ചാൽ ആ ദുആ പോലും ഒരു ഇബാദത്താണ്. നിങ്ങളുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ ആ ദുആ പോലും ഇബാദത്താണ്. പടച്ചവനെ എനിക്ക് എന്തെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കണം, നിനക്ക് വേണ്ടി ഒരു മസ്ജിദ് ഉണ്ടാക്കണം റബ്ബേ, എൻ്റെ ആഗ്രഹമാണ്. ഒരാൾ ഗൾഫിലേക്ക് വരികയാണ്, ഫ്ലൈറ്റിലിരുന്നു, ഒരു നല്ല മനോഹരമായൊരു പള്ളി നമ്മുടെ നാട്ടിലൊന്നുമല്ല, ഒരു അറബ് നാട്ടിലാണ്. ആ മസ്ജിദ് അവിടെ പോയി നിസ്കരിച്ച് കടന്നു വന്ന് ആ പള്ളി ഉണ്ടാക്കിയ ആളുടെ വീട്ടിൽ പോയി ചായ കുടിക്കുക. പല പറയാം, ആ പള്ളി ഞാനാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ കഥ പറയാം. ഫ്ലൈറ്റിൽ കയറിയിരുന്നു, വൺ ഓഫ് ദ ഗൾഫ് കൺട്രീസ്. ഇങ്ങോട്ട് ഞാൻ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഖൽബിൽ നിയ്യത്ത് ചെയ്തു, അല്ലാഹുവേ ഞാൻ പോകുന്ന വിഷയം ഖൈറാക്കി തന്ന് എൻ്റെ ബിസിനസ് അത് നീ നന്നാക്കി തരികയാണെങ്കിൽ അല്ലാഹുവേ അതിന് ശുക്റായിട്ട് നിനക്കൊരു മസ്ജിദ് ഞാൻ ഉണ്ടാക്കും പടച്ചോനെ. അൽഹംദുലില്ലാഹ്, അയാൾക്ക് അല്ലാഹു നിഅമത്ത് കൊടുത്തു. ആ നിഅമത്തിൻ്റെ പേരിൽ മനോഹരമായൊരു പള്ളി, ഒരു ബീച്ചിൽ ആളുകൾക്ക്, യാത്രക്കാർക്ക് മുഴുവൻ കയറി നിസ്കരിക്കാൻ പറ്റും, മനോഹരമായ മസ്ജിദ് അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പറയാം, നിങ്ങൾ നിസ്കരിച്ച ആ പള്ളി ഞാനുണ്ടാക്കിയ പള്ളിയാണ്. എന്തിന്? അള്ളാഹുവിന് കൊടുത്ത വാക്ക് പാലിച്ചതാണ്. പടച്ചോനെ എനിക്ക് നീ ഇത് നൽകുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കിത്തരാം. അള്ളാഹുവിനോട് അങ്ങനെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല. ആ ചോദ്യവും അതിനുള്ള പരിശ്രമവും മുഴുവൻ പിന്നെ ഇബാദത്താണ്. നിങ്ങളുടെ ലക്ഷ്യം നല്ലതാണ്. അള്ളാഹുവെ ഒരു പാവപ്പെട്ട ഒരു യതീമിനെ, ഒരു വിധവയെ, ഒരു വയസ്സായൊരു മനുഷ്യനെ, അള്ളാഹുവെ രോഗിയായ ഒരാളെ സംരക്ഷിക്കണമെന്നും എന്തെങ്കിലും സഹായിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് പടച്ചോനെ. എൻ്റെ കയ്യിൽ നീ കാശ് തരണം റബ്ബേ. ലാ യുസ്ലിഹിനി ഇല്ലാഹു വലാ അസ്ലുഹു ഇല്ലാ അലൈഹി, എനിക്ക് അതേ പറ്റുള്ളൂ റബ്ബേ, അത് കിട്ടിയാലേ എനിക്ക് ശരിയാവുള്ളൂ. ആ വിഷയം ശരിയാവണമെങ്കിൽ എനിക്കത് ആവശ്യമാണ്. അതുകൊണ്ട് സമ്പത്ത് തരണേ റബ്ബേ എന്ന് ആലോചിച്ചുകൊണ്ടാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നതെങ്കിൽ, കച്ചവടത്തിൻ്റെ ക്യാഷിൽ നിങ്ങൾ പോയിരിക്കുന്നത്, അതിനുവേണ്ടി ഓടി നടക്കുന്നത്, മീറ്റിംഗ് കൂടുന്നത്, യാത്ര ചെയ്യുന്നത് മുഴുവൻ ഇബാദത്താണ്. നിങ്ങളുടെ ലക്ഷ്യം മഹത്വമുള്ള ലക്ഷ്യമാണ്. അതുകൊണ്ട് ജീവിതം അല്ലാഹുവിന് വേണ്ടി സമർപ്പിതമായാൽ കിട്ടുന്നത് വലിയ 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 പ്രതിഫലമാണ്. ചെറുതൊന്നുമല്ല, വലിയ പ്രതിഫലമാണ്. ശമ്പളം വെറുതെ കൂടാൻ വേണ്ടി എന്ത് ചെയ്യേണ്ട? നിയത്ത് ചെയ്യേണ്ട. ശമ്പളം കൂടിയ പടച്ചവനെ ഇന്ന കാര്യങ്ങൾ നിനക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് റബ്ബേ, നല്ല നിയത്ത് വെച്ചോളി. ആ നിയത്തിന് അള്ളാഹു ചില ഫലം തരും, അതിന് അള്ളാഹു കൂലി തരും. ആ മനുഷ്യൻ അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കണമെന്ന് നിയത്ത് ചെയ്തു, അള്ളാഹു അത് ശരിയാക്കി കൊടുത്തു. അള്ളാഹുവിന് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്,
അള്ളാഹുവിനതൊന്നും പ്രയാസമുള്ള കാര്യമില്ല. ഖൽബിലേക്കാണ് പടച്ചോൻ നോക്കുന്നത്. അതുകൊണ്ട് ദുന്യാവ് ഉണ്ടാക്കുന്നത് തെറ്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങളുടെ ലക്ഷ്യം നല്ലതാണോ, നിങ്ങളുടെ പരിശ്രമം നല്ലതാണ്. അല്ലാഹുമ്മ ഹബിലി ഹംദൻ വമജ്ദ, അല്ലാഹുവേ എനിക്ക് നിനക്ക് സ്തുതി പറയാനുള്ള, നിനക്ക് ശുക്ർ ചെയ്യാനുള്ള തൗഫീഖ് തരേണമേ. വമജ്ദ, അല്ലാഹുവേ മാജിദായ റബ്ബേ എനിക്ക് മഹത്വം നൽകണമേ. ലാ മജ്ദ ഇല്ലാ ബിഫിആൽ, കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ പടച്ചവനെ മഹത്വമുണ്ടാവുകയുള്ളൂ. കർമ്മം ചെയ്യണം. അപ്പം നമ്മളിവിടെ KMCC-ൻ്റെയും സുന്നി സെൻ്ററിൻ്റെയും ഇവിടെ പ്രവർത്തകരെയൊക്കെ ഒരുപാട് മീറ്റിങ്ങുകൾ പല റൂമിൽ നടക്കുന്നുണ്ടാവും അല്ലേ. ഓരിങ്ങനെ പോകുമ്പോൾ നമ്മൾ ക്ലാസ്സിലൊന്നും ഇരിക്കാതെ മീറ്റിങ്ങിന് പോകണം. അവരാ മീറ്റിങ്ങിന് ഇരിക്കണം. അവർ ചെയ്യുന്നത് ഈ ഉമ്മത്തിൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്ത് വരുന്നത്. നമ്മൾ ചെയ്യുന്ന പണിയും അവർ ചെയ്യുന്ന പണിയും ഒരു നിലക്ക് നോക്കിയാൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ ഏത് മുന്നിൽ നിൽക്കുന്നു പറയാൻ പറ്റില്ല. രണ്ട് മഹത്വമുള്ള കാര്യമാണ്. ഒന്ന് അമലിനെക്കുറിച്ചുള്ള ചിന്തയാണ്, ഉമ്മത്തിന് വേണ്ടിയുള്ള സമയമാണ് ചെലവഴിക്കുന്നത് അല്ലേ. അപ്പോൾ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആളുകൾ ശരിക്കും മനസ്സിലാക്കുക ഭയങ്കര പ്രതിഫലമുള്ളൊരു കാര്യത്തിന് നമ്മൾ പോകുന്നത്. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഫെയിമിൻ്റെ പിന്നാലെ പോയിട്ട് കേടരുത്തതെന്ന് മാത്രം. ഫെയിം ഒരിക്കലും ലക്ഷ്യമാക്കരുത്. അത് വരികയാണെങ്കിൽ വന്നോട്ടെ, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ പിന്നാലെ പോവരുത്. അതൊരു അസുഖമാണ്. ഒരിക്കലും അതിൻ്റെ പിന്നാലെ പോവരുത്. ചിലപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പത്രത്തിൽ ഫോട്ടോ വരുമ്പോൾ ആ എടുത്ത ഫോട്ടോത്തിൽ ഞാൻ പെട്ടിട്ടില്ലല്ലോ, എന്തേ ആ ഫോട്ടോ കൊടുത്തത് മറ്റേ കൊടുത്താൽ പോരായിനോ, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതൊക്കെ വളരെ നിസ്സാര ചിന്തയാണ്. ഈ ഫോട്ടോ വന്നില്ല, അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ലേ, പിന്നെ എന്താ വേണ്ടത്? ലാ മജ്ദ ഇല്ലാ ബിഫിആൽ, കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹു മഹത്വം കൊടുക്കുള്ളൂ. അള്ളാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി അധ്വാനിക്കണം. അതിന് മാത്രമേ അള്ളാഹു മഹത്വം കൊടുക്കുള്ളൂ. മഹത്വം അങ്ങനെയാണ്. നമ്മുടെ വയനാട് മുട്ടിൽ യത്തീംഖാനയുടെ ജീവനാടിയായിരുന്ന ജമാൽ സാഹിബിനെ നമ്മൾ ഓർക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ. അത്ഭുതമാണ്. എനിക്ക് അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അത്ഭുതമാണ്. ജമാൽ സാഹിബിനെ ഒരു 10-15 കൊല്ലമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ മനുഷ്യനെ കണ്ട ഭയങ്കര അത്ഭുതമായിരുന്നു. എന്തോ ഒരു റിഗർ, എന്തൊരു ഉന്മേഷം. യത്തീം കുട്ടികളുടെ കഥയും മുട്ടിൽ യത്തീംഖാനും അവിടുത്തെ വിദ്യാഭ്യാസം, അവിടുത്തെ കുട്ടികളെ കെട്ടിക്കുന്ന കാര്യവും അവിടുത്തെ പുതിയ പ്രവർത്തനങ്ങളൊന്നല്ലാതെ അദ്ദേഹത്തിന് വേറൊന്നും പറയാനില്ല. ആ മനുഷ്യൻ വേറൊന്നും പറയൂല. അദ്ദേഹം അതിനുവേണ്ടി ഓടി നടക്കുക. ജീവിതത്തിൻ്റെ അവസാനം വരെ ഡോക്ടർമാർ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഖത്തറിലേക്ക് പോയത്. അവിടുന്ന് പിന്നെ വീണ്ടും അസുഖം കൂടിപ്പോയത്. പാവം. ഇങ്ങനത്തെ അവസാനം വരെ പ്രവർത്തിക്കുകയാണ് ഉമ്മത്തിന് വേണ്ടി. ഇവരൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ പെടുന്നതാണ്, ഒരു സംശയമില്ല. വല നുസക്കി അലല്ലാഹി അഹദ വല്ലാഹു ഹസീബുഹു. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇത്രമേൽ ഉമ്മത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ, പടച്ചോൻ കബൂൽ ചെയ്യട്ടെ. അതിൻ്റെ മഹത്വം എത്രയാണ്. ലാ മജ്ദ ഇല്ലാ ബിഫഅൽ. ഇങ്ങനെ പൊതുപ്രവർത്തനങ്ങൾ ചെയ്തവർക്ക് മാത്രമല്ലേ മഹത്വമുള്ളൂ. അല്ലാതെ വീട്ടിലും കുട്ടികൾക്കും മാത്രം ചെയ്തു കൊടുത്തവർക്കും വല്ല മഹത്വമുണ്ടോ? അവരായി ചെയ്തു പോയി. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ദഅവത്തിൻ്റെ പ്രവർത്തനങ്ങളാവട്ടെ, സേവനങ്ങളാവട്ടെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു തആല അതൊക്കെ സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി ദ്വാരക്കുക. അതിൻ്റെ പിന്നിൽ വേറൊന്നും ലക്ഷ്യമാക്കണ്ട. അള്ളാഹു സ്വീകരിക്കുക. നമുക്ക് ഇവിടെ ആമർക്കരിക്കുന്നുണ്ട്, നേരായ വഴി ഗ്രൂപ്പിൻ്റെ അഡ്മിന. ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് പേജുകളൊക്കെ എൻ്റെ പേരിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൽ കുറച്ച് ആൾക്കാരെ മാത്രമേ എനിക്കറിയുള്ളൂ. ബാക്കിയുള്ളവർ എനിക്ക് പേര് കണ്ടാൽ പോലും അറിയില്ല, ആരാ നടത്തുന്നത് പോലും അറിയില്ല. എത്രയോ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും അവർക്കൊരു മെസ്സേജൊക്കെ ഏതെങ്കിലും ഗ്രൂപ്പിൽ പോയി കൊടുക്കുമ്പോഴും പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പണി അള്ളാഹുവിന് വേണ്ടിയാണ്. ഉസ്താദ് നിങ്ങളെ പേരെടുത്ത് സ്റ്റേജുമ്പോൾ പറയും ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട, ഞാനത് ചെയ്യൂല. അതിൻ്റെ പേരിൽ റെക്കഗ്നിഷൻ അതൊന്നും പ്രതീക്ഷിക്കും വേണ്ട. നിങ്ങൾ ചെയ്യുന്ന അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തോളി. ദഅവത്ത് ചെയ്യല്ലേ, ചെയ്തോളി. അത് പടച്ചവൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളൊന്നും ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ആളുകൾ രാപ്പകലില്ലാതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് ഖൈറായ പ്രതിഫലം 2 ലോകത്തും അള്ളാഹു നൽകട്ടെ. നമ്മൾക്ക് വേണ്ടി ദ്വാരക്കാനേ പറ്റുള്ളൂ. അവർ ചെയ്യുന്ന സേവനങ്ങൾ വലുതാണ്. ഇങ്ങനെ ദഅവത്ത് ഓരോരോ മേഖലകളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹു അതിനൊക്കെ വലിയ പ്രതിഫലം കൊടുക്കട്ടെ. ലാ മജ്ദ ഇല്ലാ ബിഫഅൽ. ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ലേ അള്ളാഹു മഹത്വം കൊടുക്കുന്നത്. എന്നിട്ട് പറയണ പടച്ചവനെ വല ഫിആല ഇല്ലാ ബിമാൽ. കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ പടച്ചവനെ പൈസ വേണ്ട റബ്ബേ, പൈസ ഉണ്ടായാലല്ലേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവേ എനിക്ക് നീ പൈസ തരണം. അല്ലാഹുമ്മ ലാ യുസ്ലിഹിനി ഇല്ലാഹു.
പടച്ചവനെ എനിക്കിത് മാത്രമേ ശരിയാവുള്ളൂ റബ്ബേ, അതുകൊണ്ട് നീ എനിക്ക് പൈസ തരണം, എനിക്ക് പ്രവർത്തിക്കണം, എനിക്ക് മഹത്വം നീ തരണം, എനിക്ക് ശുക്ർ ചെയ്യാനുള്ള തൗഫീഖും തരയണമേ എന്ന് അള്ളാഹുവിനോട് ചോദിച്ച സ്വഹാബിയാണ് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു. വഇന്ന മിൻ ഇബാദി മൻ ലാ യുസ്ലിഹുഹു ഇല്ലൽ ഫഖർ. പുണ്യനബി പറഞ്ഞൊരു ഹദീസുണ്ട്, ഫഇദാ അഗ്നൈതുഹു അഫ്സത്തു അലൈഹി ദീന. ചില ആളുകൾക്ക് ദാരിദ്ര്യമേ ശരിയാവുള്ളൂ, അവർക്ക് സമ്പത്ത് കൊടുത്താൽ അവരുടെ ദീന് ഫസാദായി പോകും. എത്ര ആൾക്കാരുണ്ടെന്നറിയോ? ദാരിദ്ര്യത്തിൽ ജീവിക്കുമ്പോൾ നല്ല ദിക്റും സ്വലാത്തൊക്കെയാണ്, പൈസ അങ്ങോട്ട് കൊടുത്തോ അപ്പം പിന്നെ അവിടെ ഇവിടെയൊക്കെ പോലെ തുടങ്ങി, പിന്നെ ഹറാമായത് കുടിക്കാൻ തുടങ്ങി, കഴിക്കാൻ തുടങ്ങി, ചെയ്യാൻ തുടങ്ങി. അതുവരെ നല്ല കുട്ടിയായിരുന്നു, കയ്യിൽ പൈസ വന്ന് തുടങ്ങിയപ്പോൾ ദീൻ നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അവരിൽ അള്ളാഹു ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാണ് വലിക്കും. എന്നിട്ട് പഴയ പോലെ നീ അങ്ങനെ പോയാൽ മതി, കാരണം നിനക്കത് ശരിയാവില്ല. വഇന്ന മിൻ ഇബാദിഹി, എൻ്റെ അടിമകളിൽ ചില ആളുകളുണ്ട്, മല്ലാ യുസ്ലിഹുഹു ഇല്ലൽ ഫഖർ, അവർക്ക് ദാരിദ്ര്യമേ ശരിയാവൂ. കയ്യിൽ പൈസ കൊടുത്താൽ ശരിയാവില്ല, ദാരിദ്ര്യം കൊടുത്താലേ ശരിയാവുള്ളൂ. ഫഇദാ അഗ്നൈതുഹു, ഞാൻ അവർക്ക് സമ്പത്തെങ്ങാനും കൊടുക്കുകയാണെങ്കിൽ അഫ്സത്തു അലൈഹി ദീനഹു, അവരുടെ ദീനങ്ങ് ഫസാദായി പോകും. അതുകൊണ്ട് ചില ആളുകൾക്ക് അള്ളാഹു മിതമായി കൊടുക്കുന്നുണ്ട്. അള്ളാഹ് അറിയാത്തതുകൊണ്ടല്ല കൊടുക്കാൻ, അവൻ്റെ ദീനിനെ അള്ളാഹു സംരക്ഷിക്കുകയാണെന്ന്. സുബ്ഹാനല്ലാഹ്. ഇന്നി ഹറംതുൽ ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തളാലമൂ. സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം എന്നവർ ഉദ്ധരിച്ച് വളരെ സ്വഹീഹായ പ്രബലമായ ഹദീസ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാജിദാണെങ്കിൽ ആ റബ്ബിൻ്റെ മജിദിനോട് നമ്മൾ കെട്ടിപ്പിടിച്ച് നിൽക്കുക, അള്ളാഹുലേക്ക് അടുക്കുക. ഇന്നി ഹറംതുൽ ദുൽമ അലാ നഫ്സി, ഒരാളോടും അനർഹമായത് അനീതിയായത് ഒരിക്കലും അള്ളാഹു ചെയ്യൂല, ഒരാളോടും. അതിനാണ് നാളെ ഖിയാമത്ത് നാൾ അള്ളാഹു കിതാബ് തരുന്നത്. നാളെ അള്ളാഹുവിന് വേണമെങ്കിൽ ദാ നിങ്ങളൊക്കെ വരി, നിങ്ങൾക്ക് ഇങ്ങോട്ടാണ്, നിങ്ങളൊക്കെ ഈ വഴിക്കാണ്, നരകത്തുക്കും സ്വർഗത്തുക്കും പറഞ്ഞേക്കാൻ അള്ളാഹുവിന് കഴിയും. ആരെങ്കിലും അവിടെ കൊടി പിടിക്കോ? ആരെങ്കിലും അവിടെ പിക്കറ്റിങ്ങിന് ഇരിക്കോ? എന്തെങ്കിലും അവിടെ സമരം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. പക്ഷെ അള്ളാഹു ചെയ്യുന്ന പണി എന്താ? ഓരോരുത്തൻ്റെ കയ്യിലും അവനവൻ്റെ കിതാബ് കൊടുക്കും, ദ റെക്കോർഡ് ഓഫ് ഡീഡ്സ്, നമ്മൾ ചെയ്ത അമലുകൾ. എന്തിനെന്നറിയോ? എൻ്റെ റബ്ബ് എന്നെ ഈ വഴിക്ക് പറഞ്ഞേക്കണത് 1 2 3 4 അതിൻ്റെ കാരണമാണ് എന്നെനിക്ക് ബോധ്യപ്പെടാൻ. എൻ്റെ റബ്ബെന്നോട് ദുൽമ ചെയ്തിട്ടില്ല എന്ന് ഓരോ അബ്ദിനും ബോധ്യപ്പെടണം. അതിനാണ് അള്ളാഹുർക്ക് റെക്കോർഡ് കൊടുക്കണം, അല്ലെങ്കിൽ കിതാബ് കൊടുക്കേണ്ട കാര്യമില്ല. അത് അള്ളാഹുവിനോട് ആരും നിർബന്ധിക്കുന്ന വിഷയവുമല്ല, ആരുമില്ല അള്ളാഹുവിനോട്. ലാ യുസ്അലു അമ്മാ യഫ്അൽ, അള്ളാഹ് ഈസ് നോട്ട് ക്വസ്റ്റ്യൻസ് ഫോർ വാട്ട് ഹി ഡസ്. നമ്മളാണ് വഹും യുസ്അലൂൻ, നമ്മളോട് ചോദ്യമുണ്ട്, അള്ളാഹിനോട് ചോദ്യമില്ല. എന്നിട്ടും അള്ളാഹു തആല നമ്മുടെ ബുക്ക് ഓഫ് റെക്കോർഡ് നാളെ കയ്യിൽ തരും. എന്തിനെന്നറിയോ? ഇന്നി ഹറംതുൽ ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമാ, ഞാൻ ആരോടും അനീതി ചെയ്യില്ല, അനീതി നിങ്ങൾക്കും ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തളാലമൂ, നിങ്ങളാരും ആരുടെയും ഹക്കെടുക്കരുത്, നിങ്ങളാരും ആരോടും അനീതി ചെയ്യരുത്. യാ ഇബാദീ, എൻ്റെ അടിമകളെ, കുല്ലുക്കും ളാല്ലുൻ ഇല്ലാ മൻ ഹദൈതുഹു, നിങ്ങളെല്ലാവരും വഴിപിഴച്ചു പോകും, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് തന്നില്ലായിരുന്നുവെങ്കിൽ. ഫസ്തഹ്ദൂനി, എപ്പോഴും ഇഹ്ദിനാ, പടച്ചവനെ സന്മാർഗം തരണേ എന്ന് എന്നോട് ചോദിക്കണേ. അഹ്ദിക്കും, ഞാൻ നിങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തരാം. അള്ളാഹുവിനോട് ചോദിക്കണം എന്നാ. നല്ല കൂട്ടുകാരെ തരണേ പടച്ചവനെ, അത് വരക്കണം. നല്ല സംഘത്തിൻ്റെ കൂടെ ആക്കിത്തരണേ പടച്ചവനെ, സ്വാലിഹീങ്ങളുടെ കൂടെ ആക്കിത്തരണേ പടച്ചവനെ എന്ന് അള്ളാഹുവിനോട് ദുആ ഇറക്കണം. കുല്ലുക്കും ജാഇഉൻ ഇല്ലാ തഅംതുഹു, ഞാൻ ഭക്ഷണം തരാതിരുന്നാൽ നിങ്ങളൊക്കെ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. ഞാനാണ് ഭക്ഷണം തരുന്നത്. ഫസ്തത്ഇമൂനി, എനിക്ക് ഭക്ഷണം തരണം റബ്ബേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ. ഉത്ഇമുക്കും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുതരും. നമുക്ക് വിശക്കുമ്പം അങ്ങനെ ചിന്തിക്കാറുണ്ടാവില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? പടച്ചോനെ ഇന്നിപ്പോൾ ഒന്നുമില്ലല്ലോ കഴിക്കാൻ, അല്ലാഹുമ്മേ നിൻ്റെ റഹ്മത്ത്, പടച്ചോനെ നിൻ്റെ റഹ്മത്ത്. ഇത് നിങ്ങൾ ഖൽബിൽ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹു പല വഴിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് റിസ്ക് എത്തിച്ചു തരാണ്. നിങ്ങളുടെ ഖൽബിനുള്ളിൽ അള്ളാഹുവിനെ കുറിച്ചൊരു ഓർമ്മ വരുമ്പോൾ ആ സിഗ്നൽ വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഖൽബിൽ ആ സിഗ്നൽ അള്ളാഹു കൊടുക്കും. ഏതൊക്കെയോ വഴിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വിശപ്പടക്കാനുള്ള അള്ളാഹു നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരികയാണ്. അതിന് പല ആളുകളും സബബാണ്. അള്ളാഹു അവർക്കൊക്കെ കൂലി കൊടുക്കട്ടെ, അള്ളാഹു ഖൈർ ചെയ്തു കൊടുക്കട്ടെ. കുല്ലുക്കും ജായ,
നിങ്ങളെല്ലാവരും വിശക്കുന്നവരാ, ഞാൻ ഭക്ഷണം തന്നില്ലെങ്കിൽ. അള്ളാഹു തആല പറയാം, ഭക്ഷണം തരാമെന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇതിടെ ഇറക്കാൻ പറ്റണം, തൊണ്ടക്ക് മുറിവുണ്ടായാൽ നടക്കൂല, വയറ് ദഹിക്കണം, കുടൽമാലകൾക്ക് ദ്വാരമുണ്ടായാൽ പുണ്ണുണ്ടായാൽ നടക്കൂലത്, ദഹിച്ചിട്ട് വിസർജ്യം പുറത്ത് വരണം. അതിന് വല്ല അസുഖമുണ്ടെങ്കിൽ ബാത്റൂം പോയിട്ട് കരഞ്ഞു പോരുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എത്രയൊക്കെ നിഅ്മത്തുകൾ കിട്ടണം ഒരു മനുഷ്യന് വിശപ്പടക്കുക എന്ന് പറഞ്ഞാൽ. അത് ദഹിക്കാതെ പുറത്തു പോരുക എന്ന് സങ്കല്പിക്കുക, എത്ര പ്രയാസപ്പെടേണ്ടി വരും, എന്തൊക്കെ സർജറി, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഇത് ദഹിച്ച് വേസ്റ്റായിട്ട് വെള്ളമായി, അതിൻ്റെ ഫാറ്റുകൾ ഫാറ്റായി, പ്രോട്ടീനുകൾ പ്രോട്ടീൻ്റെ ഭാഗത്തേക്ക്, ബ്ലഡിന് പോകേണ്ടത് അങ്ങോട്ട്, തലച്ചോറിന്, കിഡ്നിക്ക്, ലിവറിന്, ഹാർട്ടിന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് വേസ്റ്റ് അള്ളാഹു പുറന്തള്ളുകയാണ്. അതുമാത്രമല്ല, ആ വേസ്റ്റ് പിടിച്ചു വെക്കാനും അള്ളാഹു നമുക്ക് ഒരു സൗകര്യം ചെയ്തു തന്നു. മൂത്രമൊഴിക്കാൻ സൗകര്യമൊന്നുമില്ല, 1-1.5 മണിക്കൂറൊക്കെ പിടിച്ചു വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ തലച്ചോറിനോട് പറയണേ, ബാത്റൂം കണ്ട ചിലപ്പോൾ തുണിയിലൊക്കെ ആയിപ്പോവും. എന്തേ? അവിടെ എത്തുമ്പോൾ ഇത് റിലീസാക്കാൻ നേരായിക്കണമെന്ന് തോന്നിപ്പോവാണ്. അവിടെ എങ്ങാനും ബാത്റൂം ലോക്കോ ഉള്ളിലാരെയും ഇറങ്ങാതെ നിൽക്കുകയോ ചെയ്താൽ ആലോചിച്ച് നോക്കിയാൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾക്ക് അത് തുറക്കാനുള്ള താക്കോൽ എവിടെയാണ്? തലച്ചോറിലാണ് പഠിച്ചോ തന്നത്. ആലോചിച്ച് നോക്കണം. അടക്കാനും തുറക്കാനൊക്കെ ഉള്ള സിഗ്നൽ തലച്ചോറിനുള്ളിൽ വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ. ഇത് മുഴുവൻ അള്ളാഹുവിൻ്റെ കൺട്രോളല്ലേ. നമ്മൾ എന്താ ചിന്തിക്കണത്? ആർക്കെങ്കിലും ഇത് ചെയ്തു തരാൻ പറ്റുമോ? കുല്ലുക്കും ജായ, നിങ്ങളുടെ വിശപ്പടങ്ങുന്നതിൻ്റെ കാരണം ഞാനാണ്. അള്ളാഹു തആല പറയാം, ഇല്ലാ മൻ അത്അംതു, ഞാൻ ഭക്ഷണം തന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ വിശപ്പടങ്ങുള്ളൂ, ഞാനാണിത് ചെയ്തു തരുന്നത്. കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതുഹു, നിങ്ങളെല്ലാം വസ്ത്രമില്ലാതെ നടക്കേണ്ടി വരും, വസ്ത്രമില്ലാതിരിക്കും, ഞാനാണ് നിങ്ങൾക്ക് വസ്ത്രം നൽകുന്നത്. ഫസ്തക്സൂനി, അള്ളാഹുവേ എനിക്ക് വസ്ത്രം വേണമേ റബ്ബേ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ. അക്സുക്കും, നിങ്ങൾക്ക് ഞാൻ വസ്ത്രം തരും. അള്ളാഹിനോട് അങ്ങനെ വസ്ത്രം വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നമ്മൾ? അള്ളാഹ് പറയുക ചോദിക്കണം, പഠിച്ചവനെ നല്ല കുപ്പായം കിട്ടണേ, നല്ല ബ്രാൻഡ് കിട്ടണേന്നൊക്കെ കുട്ടികൾ വരക്കുണ്ടാവും. പണ്ടും നമുക്ക് ബ്രാൻഡൊന്നും വേണ്ടിയില്ലായിരുന്നു, ഒരു 5 റുപ്യേൻ്റെ കുപ്പായായാലും നമ്മൾ ഇട്ട് പോയേനെ അല്ലേ. അപ്പോൾ ഇത് ബ്രാൻഡ് പോരല്ലോ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ, ഇത് ഒറിജിനൽ അല്ലല്ലോ. അള്ളാഹിനോട് ചോദിച്ചോളൂ. ഇസ്തക്സൂനി, എനിക്ക് വസ്ത്രം വേണമെന്ന് റബ്ബേ, എനിക്ക് വസ്ത്രം വേണമെന്ന് ചോദിക്കണേ. അക്സുക്കും, നിങ്ങൾക്ക് ഞാൻ വസ്ത്രം തരും. അപ്പോൾ എന്തൊക്കെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു? ഹിദായത്ത് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഭക്ഷണം ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, വസ്ത്രം ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. മനുഷ്യൻ്റെ അനിവാര്യതകളാണ്. ഇപ്പോൾ തണുപ്പൊക്കെ ആകുമ്പോണ്ടല്ലോ മൂടി പോച്ച് നടക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കാനഡയിൽ പോയിട്ട് പറയാം, പഠിച്ചോനെ -27, എന്തായിരിക്കും എൻ്റെ അവസ്ഥ? -27 ഇപ്പോൾ ഈ സീസണിൽ, ഈ തണുപ്പിൽ നിൽക്കാൻ പറ്റില്ല, 4 ദിവസം ഓടിപ്പോന്നു എന്ന് പറഞ്ഞു. നിൽക്കാൻ പറ്റുന്നില്ല, -27 എന്ത് ചെയ്യും? ശരീരം കടന്ന് ബോഡി ചോര എങ്ങാനും തണുത്തു പോയാൽ മരിച്ചുപോലെ, ശരീരം മുഴുവൻ തണുത്തു പോകും. ഗ്ലൗസ് ഇട്ടിട്ട് കഴുത്തും തലയിൽ ചുറ്റിയിട്ടും കാലിന് സോക്സും നടക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ കിടക്കണ വെള്ളം മാത്രം ഐസാവില്ല. അതെങ്ങാനും തണുപ്പിൽ ഐസായ കണ്ണ് ഇങ്ങനെ ഉണ്ടാവും. താഴെ നോക്കാൻ പറ്റുമോ? മേലൊക്കെ നോക്കാൻ പറ്റുമോ? ഏത് ഐസിൽ, അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലും ഐസിലൂടെ മനുഷ്യൻ നടക്കുന്നുണ്ട്. കണ്ണിന് ഒന്നും ഇടാൻ പറ്റില്ല. ഗ്ലാസ്സസ് വെച്ചേക്കാം ഒരു പക്ഷേ, ഇതാവണ്ടെന്ന് വെച്ചിട്ട് കണ്ണിനൊന്നും മറടാൻ പറ്റില്ല. മൂക്ക് മറക്കുന്നുണ്ട്, വായ മറക്കുന്നുണ്ട്. കണ്ണ് മറച്ചാൽ കണ്ണ് കാണുമോ? കണ്ണ് എത്ര വലിയ തണുപ്പാണെങ്കിലും ആ തണുപ്പിനെ അതിജയിക്കാനുള്ള ടെമ്പറേച്ചർ കണ്ണിൻ്റെ ഉള്ളിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുകയാണ്. അല്ല, ആ തണുപ്പടിച്ചിട്ട് കണ്ണത്തെ വെള്ളങ്ങാനോ ഐസായാൽ കണ്ണ് പിന്നെ നീക്കാൻ പറ്റുമോ? അങ്ങോട്ടോടൊന്ന് നീക്കാൻ പറ്റുമോ? ഐബോൾ വർക്ക് ചെയ്യുമോ? എന്തൊരു ഭയങ്കര സംവിധാനമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു വലിയ സംവിധാനമാണ്. എന്ത് ഫ്ലൂയിഡാണ് അള്ളാഹുവിടെ വെച്ചത്? എന്താണ് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു സ്രവത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്? എത്ര മൈനസാണെങ്കിലും കണ്ണിനൊരു കുഴപ്പം വരുന്നില്ലല്ലോ. മൂക്ക് തണുക്കുന്നുണ്ട്, വായ തണുക്കുന്നുണ്ട്, വിരൽ തണുത്ത് കൊച്ചുന്നുണ്ട്, കണ്ണിന് കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് വസ്ത്രം വേണ്ടേ? തണുപ്പത്ത് വസ്ത്രം വേണം. അക്സുക്കും, ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ചോദിക്കും. അള്ളാഹു ചോദിക്കുന്നത് ഇഷ്ടമാണ്. ചോദ്യം ചിലർ നിർത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ചോദിക്കാൻ വേണ്ടി പരീക്ഷണം കൊടുക്കുന്ന. അപ്പോൾ പറഞ്ഞത് അവർക്ക് പഠിച്ചവനെ
ചോദിക്കാതിരുന്നാൽ അള്ളാഹു ചോദിക്കാൻ വേണ്ടി ചില പരീക്ഷണം കൊടുക്കും. എന്തിനെന്നറിയോ? അള്ളാഹു ഇഷ്ടപ്പെട്ട ആളിൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പോൾ ചെറിയ പരീക്ഷ ഇട്ട് കൊടുക്കും. അവങ്ങതോ ആയിരിക്കും, കുറച്ചോനെ പ്രയാസമുണ്ടല്ലോ, ശരിയാക്കി തരണേ. അക്സുക്കും, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം തരും. ലൗ അന്ന അവലക്കും വ ആഖിറക്കും, നിങ്ങളിൽ മുൻകഴിഞ്ഞു പോയ മനുഷ്യരും ഇനി വരാൻ പോകുന്ന ആളുകളും, വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളുടെ കൂടെയുള്ള സർവ്വ മനുഷ്യരും സർവ്വ ജിന്നുകളും, ഖാമൂ ഫീ സ്വഈദിൻ വാഹിദ്, എല്ലാവരും ഒരു മരുഭൂമിയിൽ ഒരു മൈതാനത്ത് എല്ലാവരും നിന്നു. കഴിഞ്ഞ കാലത്ത് പോയവരിനി വരാൻ പോണത് ഇപ്പോഴുള്ള ആളുകളും 7 ബില്യൺ ആൾക്കാരുണ്ടെന്നാണ് പറയണത്. ആയിക്കോട്ടെ, എത്ര ആൾക്കാരുണ്ടെങ്കിലും എല്ലാവരും നിരന്നണ് നിന്നു അള്ളാഹുവിൻ്റെ മുമ്പിൽ. ഒരു ഗ്രൗണ്ടിൽ അങ്ങനെ നിരന്ന് നിന്നു. ജിന്നും മനുഷ്യരും. ജിന്നുകളുടെ എണ്ണത്തെ നമുക്ക് പോലും കിട്ടൂല. മനുഷ്യരുടെ ഏകദേശം നമുക്കൊരു കമ്പട്ടെങ്കിലും പറയാൻ പറ്റും. ജിന്നുകൾ തൊടുത്തിട്ടാണ് എല്ലാവരും നിന്നു എന്ന് വിചാരിക്കാം. ഫസഅലൂനി, എല്ലാവരും ചോദിക്കാൻ തുടങ്ങി പടച്ചവനോട്. ആവശ്യമുള്ളത് മുഴുവൻ ചോദിച്ചോളൂ എന്നാ ചോദ്യം. ആവശ്യമുള്ളത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഫസഅലൂനി, എല്ലാവരും എന്നോട് ചോദിച്ചു എന്നിരിക്കട്ടെ. ഫഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, ഓരോ ആളും, എത്ര ബില്യൺ ആൾക്കാരുണ്ടാവും, ഓരോരുത്തരും ചോദിച്ചത് മുഴുവൻ അവർക്ക് ഞാൻ കൊടുത്തു എന്ന് സങ്കല്പിക്കുക. മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. അവർ ചോദിച്ചത് മുഴുവനും ഞാനും കൊടുത്തു എന്ന് വിചാരിക്കുക. എന്നാൽ എൻ്റെ ഖജനാവെന്ന് എത്രയാ കുറയെന്നറിയോ? വലിയൊരു സമുദ്രം, ഒരു ഗ്ലാസ് വെള്ളമല്ല, വലിയൊരു സമുദ്രം. ആ സമുദ്രത്തിൽ, ഇന്ത്യൻ മഹാസമുദ്രം അല്ലെങ്കിൽ പസഫിക്കും ആർട്ടിക്കും എന്ത് വെച്ചാൽ സങ്കല്പിച്ചോളൂ, അതിൽ ഒരു സൂചി കൊണ്ടുപോയി കുത്തിയിട്ടെടുത്തു. കടലൊക്കെ ചാടൊന്നും വേണ്ട, കരമൊന്നും ചെയ്താൽ മതി അതല്ലേ. എന്നിട്ട് സൂചിമുക്ക് നോക്കുക, അതിൻ്റെ ദ്വാരത്തിൽ എത്ര വെള്ളം പറ്റി പിടിച്ചിട്ടുണ്ടാവുക. ഈ മഹാകടലിലേക്ക് നോക്കിയാൽ ഇതെത്രയാണോ അത്രയേ എൻ്റെ ഖജനാവിൽ നിന്ന് കുറയുന്നുള്ളൂ. അന്ന് കുറയുന്നില്ല എന്നർത്ഥം. നിങ്ങളൊക്കെ ചോദിച്ചു, വേണ്ടത് മുഴുവൻ ചോദിച്ചു കൊണ്ടുപോയി. യാ അല്ലാഹ്, യാ അല്ലാഹ്. നമുക്കൊന്നും അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. നമ്മൾ നാട്ടിൽ പെട്ടിട്ട് പോകുന്ന കുറച്ച് സോപ്പും കുറച്ച് അതൊരു പെങ്ങളെടുത്തുണ്ടോ മറ്റേ പെങ്ങളെടുത്തുണ്ടോ ഒരു ചോക്കും പെരയെ കൊണ്ടുപോകാൻ ഉണ്ടാവില്ല. ആർക്കൊക്കെ കിട്ടിയിട്ട് ഇതേപ്പം 10-30 കിലോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ഒരു ചോക്കും ഒന്നും കാണാനില്ലല്ലോ. നമുക്കൊന്നും ആരും വയറ് നിറക്കാൻ കഴിയില്ല. വയറ് പോയിട്ട് കൈ നിറക്കാൻ കഴിയുമോ? ഇല്ല, നമ്മളെ കൊണ്ട് പറ്റൂല. അള്ളാഹു എത്ര ആൾക്കായി കൊടുക്കണത്, എത്ര ആളുകളെ പഠിച്ച തീറ്റിപ്പോറ്റുന്നത്. യാ അള്ളാഹ്, സമുദ്രത്തിൽ അള്ളാഹുവിൻ്റെ സമുദ്രത്തിൽ സൂചി മുക്കിയെടുത്താൽ എത്രയാണോ ആ ദ്വാരത്തിൽ കിടക്കണത്, അത്ര പോലും അള്ളാഹുവിൻ്റെ ഖജനാവെന്ന് കുറയുന്നില്ല. യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅ്മാലുകും മുഹ്സിഹാ ലക്കും, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഞാൻ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. കച്ചവടക്കാർ കണക്ക് എഴുതി വെക്കും. ഓരോന്ന് 5 രൂപ അവിടെ പോയി, ഇവിടെ പോയി, 2 രൂപ അങ്ങോട്ട് പോയി, 5 പൈസ ബാക്കി തന്നിട്ടില്ല ആ കസ്റ്റമർ, ഇതൊക്കെ എഴുതി വെക്കും. ഒക്കെ എന്തിനു വെച്ചാൽ കണക്ക് ബോധിപ്പിക്കണം. വഹ്സിഹാലക്കും, നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരും. തുമ്മ ഉവഫീക്കും ഇയാഹ, അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായ രേഖയായി നിങ്ങളെ ഞാൻ കയ്യിൽ തരികയും ചെയ്യും. ഫമൻ വജദ ഖൈറൻ, ആ കിട്ടുന്ന കിതാബിൽ നല്ലതാണെങ്കിൽ ഫൽയഹ്മദില്ലാ, അള്ളാഹുവിനെ സ്തുതിച്ചോളൂ കേട്ടോ, അള്ളാഹുവിനെ സ്തുതിച്ചോളൂ. നിങ്ങൾ രക്ഷപ്പെട്ടത് അള്ളാഹു തന്ന ഔദാര്യമാണ്. വമൻ വജദ ഗൈറ ദാലിക്, നാളെ കിതാബ് നോക്കുമ്പോൾ റിസൾട്ട് മോശമാണെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, സ്വന്തം ശരീരത്തെ മാത്രം ആക്ഷേപിച്ചാൽ മതി. നാട്ടുകാർ ആക്ഷേപിക്കാൻ നിൽക്കേണ്ട, നിങ്ങളാണ് അതിന് കാരണക്കാർ. അള്ളാഹു തീർത്ത് പറഞ്ഞിരിക്കുക. അത് ഭയങ്കരമായ ഹദീസാണ്. നാളെ ഇതൊക്കെ ഈ അമലുകളാണ് നാളെ കാണിച്ചു തരുന്നത്. അതിൽ നല്ലതാണെങ്കിൽ ഫൽയഹ്മദില്ലാ, അള്ളാഹുവിനോട് അൽഹംദുലില്ലാ പറഞ്ഞോളി. അതല്ല അതിലെങ്കിൽ, തങ്ങളെ പേര് പറഞ്ഞില്ല, ഷർറാണ് കണ്ടെന്ന് പറഞ്ഞില്ല. വമൻ വജദ ഗൈറ ദാലിക്, ആ ഖൈറല്ല അതിൽ കാണുന്നതെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, ബ്ലെയിം നൺ ബട്ട് യുവർ സെൽഫ്. കഴിഞ്ഞു. അതാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. സ്വഹീഹ് മുസ്ലിം, റവാഹു മുസ്ലിം റഹ്മഹുല്ലാഹ്. അതുകൊണ്ട് അള്ളാഹു ഇങ്ങനെയൊക്കെ ഖജനാവുകളുള്ള റബ്ബാണ് നമ്മുടെ റബ്ബെങ്കിൽ ആ റബ്ബിലേക്ക് നമുക്ക് അടുക്കണം അല്ലേ. ആ റബ്ബിനെ. എൻ്റെ ഒരു ഫ്രണ്ട് ദുബൈയിൽ നിന്ന് വന്നു. അദ്ദേഹം ഒരു ട്രക്കൊക്കെ ഓടിക്കുന്ന ആളാണ്. ദുബൈയിൽ ട്രക്ക് ഓടിക്കുന്ന ആളാണ്. ചൊവ്വാഴ്ച വീട്ടിൽ വന്നു എന്നോടൊരു കാര്യം സ്വകാര്യം പറഞ്ഞു. അദ്ദേഹം
അദ്ദേഹം ട്രക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുബൈയിൽ മുഹൈസിന ഭാഗത്ത് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് നിസ്കരിക്കണം. അസർ കലാവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു പള്ളിയും തുറന്ന് കാണുന്നില്ല. അദ്ദേഹം ആകെ വിഷമിച്ചു. ഈ ട്രക്ക് കൊണ്ടേ നിർത്താനും സ്ഥലം കിട്ടില്ല. ഒരു പള്ളീൻ്റെ മുമ്പിലെത്തി നോക്കുമ്പോൾ പള്ളി പൂട്ടി കിടക്കുന്നുണ്ട്. ആ പടച്ചോനെ, എൻ്റെ അസർ കലാവുമല്ലോ റബ്ബേ, ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുക പടച്ചോനെ? ഇനിയിപ്പോൾ എവിടെയാണ് ഈ പള്ളീൻ്റെ മുമ്പിൽ നിർത്താൻ പറ്റിയില്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു പള്ളി കിട്ടുമ്പോഴേക്കും അസർ പോയി പോവും. ഞാൻ എന്ത് ചെയ്യും പടച്ചോനെ എന്ന് ഈ മനുഷ്യനാൽ പറയാം. ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഭയങ്കര വേദന എനിക്ക് വന്നു, കണ്ണിന്ന് വെള്ളം വന്ന പോലെ തോന്നി. ഞാൻ വണ്ടി എടുക്കാൻ നോക്കും, പെട്ടെന്നൊരു ശബ്ദം, ഒരു സൗണ്ട്, ഒരു ഗേറ്റ് തുറക്കുന്ന സൗണ്ട് പോലെ തോന്നി. ഗേറ്റിൻ്റെ അടുത്താ നിർത്തി. ഗേറ്റ് തുറന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് വേഗം പള്ളിക്ക് ഓടി. അപ്പോൾ അവിടെ ഒരു ബംഗാളി ചക്കൻ ഓടി വന്നിട്ട്, നിങ്ങളോട് ആരാ ഗേറ്റ് തുറക്കാൻ പറഞ്ഞു ചോദിച്ചു. ഞാൻ തുറന്നതല്ലല്ലോ. പിന്നെ ആരേ തുറന്ന്? എനിക്കെല്ലാം അങ്ങ് തുറന്നു നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ റാഹത്തിൽ പോയി നിസ്കരിച്ച് പോകുന്നു. ആരാ തുറന്നത് എന്തെന്ന് എനിക്കറിയില്ല. അവിടുത്തെ ചെക്കനും മനസ്സിലായിട്ടില്ല. അള്ളാഹു തആല ഖൽബിലേക്ക് നോക്കുകയാണ്. ചിലരുടെ അള്ളാഹുവിനെ നമ്മൾ കാണാത്ത സൈന്യങ്ങളുണ്ട്, ജിന്നുകളായിട്ടും മലക്കുകളായിട്ടും. ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടി ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ അള്ളാഹുവിനെ ആ മലക്കുകളെയോ ജിന്നുകളെയോ ഉപയോഗിക്കുന്ന അള്ളാഹുവിന് പ്രയാസമില്ല. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. ആലോചിച്ച് നോക്കി, ഖൽബിൻ്റെ ഉള്ളിലൊരു വേദന വരികയാണ്. പടച്ചോനെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂലല്ലോ. യാ റബ്ബ്, ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇങ്ങനത്തെ എല്ലാറ്റിൻ്റെയും ഖജനാവ് എൻ്റെ റബ്ബിൻ്റെ കയ്യിലുണ്ട്. ഒരു പൂട്ടും തുറക്കാതിരിക്കൂല റബ്ബ് തആല. അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം ഉണ്ട്. പടച്ച തമ്പുരാൻ ഇതൊക്കെ ഉള്ള റബ്ബാണ്. അങ്ങനത്തെ ഒരു റബ്ബ്, മാജിദായ എല്ലാ മഹത്വവും ഉടയവനായ അള്ളാഹു, ദാനം തന്ന് നമ്മളെ ആദരിച്ച് ബഹുമാനിച്ച് തന്ന അള്ളാഹു, ആ റബ്ബിന്, റബ്ബിൻ്റെ അടിയാറുകൾക്ക്, അള്ളാഹുവിൻ്റെ ആശ്രിതർക്ക് നമ്മളും ദാനം കൊടുക്കുക. ആ റബ്ബിൻ്റെ കൂടെ നിൽക്കുക. അള്ളാഹുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഇസ്സത്തുണ്ടാകും. അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ, അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ വലൗ ബസതല്ലാഹു الرزق لعباده لبغوا في الأرض ولكن ينزل بقدر ما يشاء വലൗ ബസതല്ലാഹു الرزق لعباده. അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് സമ്പാദ്യമെങ്ങാനും കെട്ടഴിച്ചു വിടുകയാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും ഇഷ്ടം പോലെ കാശ്, അങ്ങനെ ആയിരുന്നുവെങ്കിൽ ലബഗൗ ഫിൽ അർളി, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ആരും നന്മ ചെയ്യാതെ തിന്മകൾ ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. എല്ലാം ഉണ്ടല്ലോ, ഇനി എന്തിനാ? ഇപ്പോൾ വലിയ വലിയ റിച്ച് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വാപ്പാക്ക് കച്ചവടങ്ങളുണ്ട്, എത്രയാ വാപ്പാൻ്റെ വരുമാനം എന്ന് വാപ്പാക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ മക്കളോട് പഠിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കാൻ കഴിയൂല. എന്തിനു പഠിക്കണം എന്ന് ചോദിച്ചാൽ ടീച്ചർക്ക് എന്താ പറയാൻ പറ്റുക? പഠിച്ചാലല്ലേ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ. എനിക്കെന്തിനാ ജോലി? ഇത് വലിയൊരു വിഷയമാണ്. സ്കൂളിലൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഭയങ്കര പ്രശ്നമാണത്. ഇങ്ങനത്തെ മക്കളെ കൺവിൻസ് ചെയ്യാൻ വകുപ്പില്ല. ഞങ്ങൾക്ക് ജോലി വേണ്ടല്ലോ, വാപ്പാക്ക് വരുമാനമല്ലേ. പ്രായപൂർത്തിയാകാതെ ചെറിയൊരു ചെക്കണ്ടായത്. ആ ചെക്കൻ്റെ ബർത്ത്ഡേക്ക് വാപ്പ കൊടുത്ത ഹെലികോപ്റ്ററാണ്. ഓനത് ഒരു പൈലറ്റിന് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിക്കോട്ടെ. അവരൊക്കെ എങ്ങനെ പഠിക്കുക? അവർക്ക് പഠിക്കണം എന്ന ഇൻസ്പിറേഷൻ വേറെ ഏതെങ്കിലും വഴിക്ക് കിട്ടണം. എന്നല്ലാതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചോ എന്ന് പറഞ്ഞാൽ എന്ത് പഠിക്കാനാ? മക്കളോട് നല്ല ജോലി കിട്ടണ്ടേ, പിന്നെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, അതിന് വിദ്യാഭ്യാസം വേണ്ടേ, സർട്ടിഫിക്കറ്റ് വേണ്ടേ, ക്വാളിഫിക്കേഷൻ വേണ്ടേ? ആ വേണം വേണം വേണം. അപ്പോൾ പഠിച്ചോളാം. എന്ത് ഇഷ്ടം പോലെ കാശുണ്ട്, ഇനി എന്തിനു പഠിക്കാൻ? 4, 5, 10 തലമുറക്ക് ജീവിക്കാൻ കയ്യിലുണ്ട്. വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി, എല്ലാവർക്കും അള്ളാഹ് ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കുക. അൺലിമിറ്റഡ് മണി, കയ്യും കണക്കില്ലാത്ത പൈസ കൊടുത്താൽ ഒരു മനുഷ്യനും ഒരു നന്മയും ചെയ്യാൻ അവിടെ ഉണ്ടാവില്ല എന്നാ. എല്ലാവരും സർവ്വവിധ തിന്മകൾക്കും പോകും. ലബഗൗ ഫിൽ അർള്, ഭൂമി മുഴുവൻ അവർ ഇടിച്ച് നിരപ്പാക്കും, ഭൂമിയിൽ നാശം വിതക്കും. അതുകൊണ്ടാണ് അള്ളാഹു എല്ലാവർക്കും ഇത് കൈവിട്ട് കൊടുക്കാത്തത്. എന്നിട്ട് അള്ളാഹ് പറയുന്നത് നോക്കൂ, വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ, ഓരോരുത്തർക്കും ആവശ്യമായ ഖദർ, അള്ളാഹ് ഉദ്ദേശിക്കുന്ന അളവ്, ആ അളവിൽ മാത്രമാണ് അള്ളാഹു ഇറക്കി കൊടുക്കുന്നത്. അത് ബാങ്കിൽ ഇറങ്ങണതാവാം, കയ്യിൽ ഇറങ്ങണതാവാം, എന്താവാം, കണക്കാക്കിയിട്ടാണ് തരുന്നത്, കൂടുതൽ തരുന്നില്ല. ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെ ആലോചിക്കും, എൻ്റെ മുതലാളിക്ക് ഇപ്പം എന്തൊക്കെ തന്നൂടെ, എൻ്റെ കമ്പനിക്ക് ഇത്ര ടേൺ ഓവർ ഇല്ലേ, അവർക്ക് എന്താ, നമുക്കൊരു ഇത്ര കൂട്ടി തന്നാൽ വല്ല കുഴപ്പമുണ്ടോ? നമുക്കങ്ങനെ പലതും ആലോചിക്കാൻ പറ്റും. പക്ഷെ അല്ലാഹു തആല
അവനുദ്ദേശിക്കുന്ന ഒരു തോതുണ്ട്, ഒരു വോള്യമുണ്ട്. ആ വോള്യമേ ഞാൻ ഇറക്കിത്തരൂ. അതിലേറെ തന്നാൽ നിൻ്റെ സ്വഭാവം മാറുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തരൂല. അതാണ് അല്ലാഹു തആല വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദി. ആവശ്യമായ ഘട്ടങ്ങളിൽ അള്ളാഹു ഇത് കൂട്ടിത്തരും. പക്ഷേ പിടുത്തം വിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു കൊടുക്കാതിരിക്കുകയാണ്. അള്ളാഹിൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടല്ല. വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദി ലബഗൗ ഫിൽ അർദ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അസറ്റ്, ഒരു രാജ്യത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് എന്താ പറയല്, GDP, അത് ഈ ഒരു 100 വർഷം ഒരു രാജ്യത്തുള്ളത് അടുത്തൊരു 100 വർഷം ജീവിക്കാൻ പോകുന്ന ആളുകൾക്കുള്ളതും ആ ഭൂമിൻ്റെ ഉള്ളിൽ തന്നെ അള്ളാഹു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ രാജ്യത്ത് അള്ളാഹു വെച്ചു കൊടുക്കുകയാണ്. കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് രാജ്യത്തിന് എക്കണോമിക് ഗ്രോത്തുകളാണ് കൂടുന്നത്, അല്ലേ? എന്തൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായി കഴിഞ്ഞാലും ഗ്രോത്തുകളും ഡെവലപ്മെൻറ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ തലമുറക്കും ആവശ്യമായത് അവർക്ക് കിട്ടേണ്ട ടെക്നോളജി മാത്രമല്ല കൊടുക്കണുള്ളൂ. എന്തേ? ആ റിസോഴ്സസ് അവർക്ക് ആവശ്യമുള്ളത് മാത്രം കിട്ടുന്ന രീതിയിൽ അല്ലാഹു തആല സെറ്റ് ചെയ്തിട്ടുള്ളത്. വരാൻ പോകുന്ന ജനറേഷൻ്റെ സർവ്വ റിസോഴ്സ് മാന്തി എടുക്കുകയാണെങ്കിൽ അടുത്തൊരു തലമുറ ഇവിടെ പൈസ അല്ലാണ്ട് തണ്ടേണ്ടി വരും. അതുകൊണ്ട് യുനസ്സിലു ബിഖദരിൻ മാ യശാ, അള്ളാഹു ഇറക്കുന്നത് അത് ടെക്നോളജി ആവാം, മനുഷ്യൻ്റെ ചിന്തകളും ബുദ്ധികളും. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ സംഭവം എന്ന് പറയും, കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാവും. പിന്നെ അപ്പോഴേക്കും വേറെന്തെങ്കിലും അപ്പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ഓരോ സമൂഹത്തെയും അള്ളാഹു പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകാൻ. ഇപ്പോൾ എത്ര സ്വർണവും ഖനിയൊക്കെ ലോകത്ത് കുഴിച്ചെടുത്തിട്ടുണ്ട്, ഇപ്പോഴും കുഴിച്ചുകൊണ്ടിരിക്കണില്ലേ? ഇനിയൊരു 100 കൊല്ലം കഴിഞ്ഞാൽ അപ്പോഴുണ്ടാകും കുറേ ജ്വല്ലറികൾ, അന്നും ഉണ്ടാവും ഒരുപാട് സാധനങ്ങൾ കുഴിച്ചെടുത്ത് ഓർണമെൻറ്റ്സ് ആയിട്ട്, ബാറുകളായിട്ടും ബുള്ളിനായിട്ടും മാർക്കറ്റിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. സുബ്ഹാനല്ലാഹ്, എന്തേ ഇത് 100 കൊല്ലം കിട്ടാവുന്നത് ഈ ഒരു 10 കൊല്ലത്തിനിടയ്ക്ക് അള്ളാഹു ഭൂമികൾ കൊടുത്താൽ പോരെ? ഭൂമിയിലുണ്ടല്ലോ. പക്ഷേ അത് കണ്ടെത്താവുന്ന ടെക്നോളജി മെല്ലെ, അതിൻ്റെ റിഫൈൻ ചെയ്തെടുക്കുന്ന സമയം സ്ലോ കൊടുത്തിരിക്കുക പാടില്ല. ഇതൊക്കെ കട്ടകളായിട്ടാണ് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് അള്ളാഹു ചെയ്യുന്നത് വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ, അള്ളാഹ് തീരുമാനിക്കുന്ന ഒരു അളവിൽ, അത്ര പഠിച്ചൻ പറഞ്ഞത്, അള്ളാഹു തീരുമാനിക്കുന്ന ഒരു അളവിൽ മാത്രമാണ് മനുഷ്യൻ്റെ കയ്യിൽ അള്ളാഹു കൊടുക്കുന്നത്. ഇത് ഒന്നിച്ചു കൊടുക്കാൻ അള്ളാഹു പറ്റാത്തത് കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ ചില ഹിക്മത്തുകളാണ്. യാ അല്ലാഹ്, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു, എല്ലാറ്റിൻ്റെയും ഖസാനകൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. യാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാൻ അനുസരിച്ച് അള്ളാഹുവിൻ്റെ വഴിയിലായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖാലൂ അതഅജബീന മിൻ അംരില്ലാഹ് റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ്. മജീദ് എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ ഇസ്മ്, ഈ അസ്മാഉൽ ഹുസ്ന മുഴുവൻ ഒരു ഹദീത്തിൽ വന്നതാണ്. ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീത്തിലാണ് അസ്മാഉൽ ഹുസ്ന 99 ഇസ്മുകളും വന്ന് റിവായിച്ച് ഒരു ഹദീത്തിൽ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഇന്ന ലില്ലാഹി 99 ഇസ്മൻ 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന അല്ലാഹുൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ. അള്ളാഹിൻ്റെ ഇസ്മ മുഴുവൻ ഹദീത്തിൽ നബി തങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ചിലത് നമ്മൾ ഖുർആനിൽ കാണും, ചിലത് ഹദീത്തിലായിരിക്കും, ചിലത് പിന്നെ നബി തങ്ങൾ മജീദ് എന്ന ഇസ്മ് സാറ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹൂദിൽ കൊടുത്തിട്ടുണ്ട്. മജീദ് കസീറുൽ അതാ, അല്ലാഹു കൊടുക്കുന്നവനാണ് ധാരാളം. ഖാലൂ അതഅജബീന മിൻ അംരില്ലാഹ്, സാറ ബീവിയോട് നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ സാറ ബീവി നാണം കൊണ്ട് ചിരിച്ചു. ഈ പ്രായമായി എനിക്ക് കുട്ടിയോ? അപ്പോൾ ഖാലൂ, 3 മലക്കുകളാണ് വന്നത്. അവർ ചോദിച്ചു അതഅജബീന മിൻ അംരില്ലാഹ്, അള്ളാഹുവിൻ്റെ പടച്ചതമ്പുരാൻ്റെ കമാൻഡ്, അള്ളാഹു ഉണ്ടാവണമെന്നൊരു കാര്യം കൽപ്പിച്ചാൽ അതുണ്ടാവൂലേ? അതിലെന്താ അത്ഭുതം? റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്, വീട്ടുകാരെ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ സലാമും റഹ്മത്തും ബറക്കത്തും അള്ളാഹു തരട്ടെ. ഇന്നഹു ഹമീദും മജീദ്, അള്ളാഹു കസീറുൽ അതാ, വാരിക്കോരി കൊടുക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹു എല്ലാ സ്തുതിയും അർഹിക്കുന്നവനാണ്. അതുകൊണ്ട് വീട്ടുകാരെ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? അള്ളാഹിൻ്റെ ബറക്കത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ. മലക്കുകളുടെ ദുആ, നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവുമെന്നാണ് പറഞ്ഞു പോകുന്നത് സാറ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക്. അങ്ങനെയാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ജനിക്കുന്നത് അലൈഹിമുസ്സലാം. യാ അല്ലാഹ്, അതാഉൻ ലാ ഹുദൂദ ലഹ്,
കയ്യും കണക്കില്ലാത്ത കൊടുതിയാണ് അള്ളാഹു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗ്ഗലോകത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് എൻ്റെ സജ്ജനങ്ങളായ ആളുകൾക്ക് ഞാൻ ഒരുക്കി വെച്ചത് മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും കേൾക്കാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ പോലും വരാത്തതാണ് സ്വർഗം. അത് ഡിസൈൻ ചെയ്യാൻ ആരെ കൊണ്ടും കഴിയില്ല എന്നാണ്. ഡിസൈൻ ചെയ്താൽ അതല്ല സ്വർഗം എന്നാണ്. സ്വർഗം ഡിസൈൻ ചെയ്യാൻ കഴിയില്ല. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെ മനസ്സിലും സ്വർഗത്തെ സംബന്ധിച്ച് ഒരിക്കലും ആലോചിക്കുക പോലും കഴിയില്ല. കുട്ടികൾ സ്വർഗത്ത് പോകുന്ന അല്ല ഉസ്താദേ ടീച്ചറെ അവിടെ PS4 ഉണ്ടാവുമെന്നാണ് ചോദിക്കുക. അതുപോലെ ഇപ്പോഴത്തെ വലിയ ഗെയിം അതാ കയറാം. ഇനി 5ഉം 10ഉം 20 വരാൻ പോകുന്നുണ്ടാവും ചിലപ്പോൾ. ഇതൊക്കെ എന്ത്? ഇതൊക്കെ നിങ്ങൾ കണ്ടതും കേട്ടതുമല്ലേ? നിങ്ങൾ കാണാത്തതും കേൾക്കാത്തതും ചിന്തിക്കാത്തതുമായ ഗെയിമായിരിക്കും അള്ളാഹു അവിടെ തരുന്നുണ്ടാവുക. അത് ഡെയിലി പുതിയ അപ്ഡേഷൻ അള്ളാഹു തആല നൽകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ബോറടിക്കാനാ സ്വർഗത്തിൽ? അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കാൻ ബോറടിക്കൂലല്ലോ. പുതിയത് കണ്ടുകൊണ്ടിരിക്കും. പുതിയ അള്ളാഹു ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്. കാണുന്നത് കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ? അമേരിക്ക പോയവർ ആരവിടെയുള്ള അമേരിക്ക പോയവർ അവർക്കുണ്ട്. പിന്നെ മുനിസ പോയാ? അപ്പോൾ കാണാത്തത് നമ്മൾ കണ്ടത് കുറച്ചേ ഉള്ളൂ. കേട്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ലേ? USA കേട്ടിട്ടുണ്ട് അല്ലേ? കേട്ടത് കണ്ടതിലേറെ കുറച്ച് വൈഡറാണ്, കുറച്ച് കൂടും. നമ്മുടെ മനസ്സിൽ ആലോചിക്കുന്ന അതിലും കൂടുതലാണ് അല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണത്. കാണുക, കേൾക്കുക, ചിന്ത, ഇതിലൊന്നും സ്വർഗം വിടൂല. സ്വർഗം അതിനും അപ്പുറമാണ്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ട്? അല്ലാഹു മജീദാണ്, കസീറുൽ അതാ, വാരിക്കോരി കൊടുക്കുകയാണ് പടച്ചോൻ. യാ അല്ലാഹ്. വഹുവൽ ഗഫൂറുൽ വദൂദ്, വഹുവൽ ഗഫൂറുൽ വദൂദ്. അല്ലാഹു ധാരാളം സ്നേഹം ഉള്ളവനാണ്. റബ്ബ് നന്നായി സ്നേഹിക്കുന്നവനാണ്, വദൂദാണ്. അൽ ഗഫൂറു, പുറത്തു തരുന്നവനാണ് അല്ലാഹു. ദുൽ അർശിൽ മജീദ്, മഹത്വമുള്ള അർശിൻ്റെ ഉടമസ്ഥനാണ്. മാജിദ്, മജീദ്. ദുൽ അർശിൽ മജീദ്, ഫഅാലുൽ ലിമാ യുരീദ്. അല്ലാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മുഴുവൻ ചെയ്യാൻ കഴിയുന്നവനാണ് അല്ലാഹു. യാ അല്ലാഹ്, പടച്ചവനെ, യാ അല്ലാഹ്, യാ അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിന് നമ്മൾ കൊടുക്കുക. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പടച്ചതമ്പുരാന് വേണ്ടി ദാനം ചെയ്യുക. നമ്മൾ പടപ്പുകൾക്ക് ഉപകാരം ചെയ്യുക. ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്താൽ നമ്മൾ തിരിച്ചൊരു ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹ് ഖൈറ് ചെയ്യട്ടെ, നമ്മൾ തിരിച്ചൊരു വാക്ക് കൊടുക്കണ്ടേ? കൊടുക്കണം, നിർബന്ധമാണ്. ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ക്യാൻസർ വന്നിട്ട് ഹോസ്പിറ്റലിൽ മുഴുവനും കയറി ഇറങ്ങി, അവസാനം ഷിഫയാവില്ല, കുറേ റേഡിയേഷൻ അതൊക്കെ ചെയ്ത് ലാസ്റ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തി. ആ ഡോക്ടറോട് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടുത്തെ 1-2 ഡോക്ടേഴ്സൊക്കെ കൺസൾട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, ഞങ്ങൾക്കൊന്നും അങ്ങ് സ്റ്റേജൊക്കെ അങ്ങ് എത്തിപ്പോയിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഭർത്താവ് ഇടപെട്ടിട്ട് പറഞ്ഞു, ഡോക്ടറെ എന്നാൽ നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ, ഒന്ന് ചികിത്സിച്ച് നോക്കി, ഞങ്ങൾ കുറച്ചുകൊണ്ട് ദ്വാരക്കുന്നുണ്ട്, എന്ത് ചെയ്യാമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ചികിത്സിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചികിത്സിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റേഡിയേഷൻ തുടങ്ങി, കീമോ കൊടുത്തു, മെഡിസിൻ കൊടുത്തു, കുറച്ച് സുഖമായി. ഒരു 18 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ അസുഖം തിരിച്ചു വന്നു. വീണ്ടും ചികിത്സ ചെയ്തു, പിന്നെ ആ അസുഖം കണ്ട് മാറിയെന്ന് മാത്രമല്ല, അതിനുശേഷം 25 കൊല്ലം ഈ പെണ്ണ് ജീവിച്ചു. ആ കൊല്ലത്തിനിടക്ക് മക്കളുണ്ടായി, കുട്ടികളുണ്ടായി, റാഹത്തായി, ഒരു കുഴപ്പമില്ലാണ്ട് ജീവിച്ചു. അപ്പോൾ ഡോക്ടർ പറയാ, എല്ലാ കൊല്ലവും ഈ ഹസ്ബൻഡ് 2 ആടിനെ അറുത്തിട്ട് അതിൻ്റെ മാംസം ഈ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. വലിയ പൈസക്കാരൊന്നുമല്ല, വളരെ പാവപ്പെട്ടവരാ. എനിക്ക് എൻ്റെ സന്തോഷത്തിനാണ്, എൻ്റെ ഭാര്യൻ്റെ ജീവിതം നിങ്ങളുടെ കയ്യിലൂടെയല്ലേ അള്ളാഹു ഒരു വഴി കാണിച്ചു തന്നത്. എടാ മനുഷ്യൻ പറയാണ്, ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും, കാരണം അവരുടെ ഉമ്മയുടെ ജീവൻ രക്ഷിച്ചതാണിത്. ഡോക്ടർ പറഞ്ഞങ്ങളൊന്നും ചെയ്യേണ്ട, അത് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്, ശരി തന്നെയാണ്, ഇതിലൊരു പടച്ചവൻ്റെ ഇടപെടലുണ്ട്, അതുകൊണ്ട് എൻ്റെ കാര്യമല്ല. അപ്പോൾ അയാൾ പറയണേ, അത് പറ്റൂല, ഇത് എൻ്റെ സന്തോഷമാണ്,
ഇതെൻ്റെ സന്തോഷത്തിനാണ്. എല്ലാ കൊല്ലം ആ ചികിത്സ നടത്തിയ സമയമാകുമ്പോൾ മൂപ്പർ വന്നിട്ട് ഈ ഡോക്ടർക്ക് ഇത് കൊടുത്തു കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്. നമുക്കൊക്കെ ആക്സിഡൻറ്റുകൾ സംഭവിച്ച് കയ്യും കാലും തലയൊക്കെ പൊട്ടിയിട്ടേ അവിടെ 4, 5, 8 മണിക്കൂർ നമുക്ക് വേണ്ടി നിന്ന നിൽപ്പിൽ ഒരു ചായ പോലും കുടിക്കാൻ പോവാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചിലവഴിച്ച ഡോക്ടർമാരുണ്ടാവും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവരൊന്ന് പോയി കാണണം, അവരോടൊക്കെ ഒന്ന് നന്ദി പറയണം. വേറെ ഒന്നിനല്ല, അസുഖം പരാതിയും പറയാനല്ലേ സാധാരണ പോവുക. ഒരു നന്ദി പറയാം, ഡോക്ടറെ ഞാൻ ഇപ്പോൾ ഉഷാറായി നടക്കുന്നുണ്ട് കേട്ടോ, വളരെ നന്ദിയുണ്ട്, എന്തെങ്കിലും ഒരു ഹദിയ, ഒരു സമ്മാനം, നമുക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റുന്നൊരു ഗിഫ്റ്റ്, നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഡോക്ടർ. നിങ്ങൾ ബില്ല് കൊടുത്തിട്ടുണ്ടാവും, ശരിയാണ്, ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതിനപ്പുറമാണ് ആ ഡോക്ടറുടെ ഡെഡിക്കേഷൻ. ആൾക്ക് തോന്നുന്നത് എനിക്കിപ്പോൾ ലക്ഷങ്ങളുണ്ടല്ലോ, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ആളുടെ മനസ്സിന് അതിനൊരു ആഗ്രഹം, അല്ലെങ്കിൽ സന്നദ്ധത വന്നുകൊണ്ടല്ലേ ഓപ്പറേഷൻ നടക്കുന്നത്. 12, 13 മണിക്കൂറൊക്കെ നോൺ സ്റ്റോപ്പ് ഓപ്പറേഷൻ നടക്കണില്ലേ ചില വിഷയങ്ങൾ. നമ്മൾ കെട്ടിപ്പൊട്ടി അതൊക്കെ റെഡിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടാൻ കാരണക്കാരായ ആളുകളോട് എപ്പോഴെങ്കിലും പോയിട്ടെങ്കിലും ഒരു നന്ദി പറയണം കേട്ടോ. അത് മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദിയുടെ ഭാഗമാണ്. നമുക്ക് ഇങ്ങനൊരു ഉപകാരം ഒരു മനുഷ്യൻ ചെയ്യുന്നിടത്ത് നമ്മൾ നന്ദി ചെയ്യണമെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന നന്ദി എത്രയാണ്. ഇതിൻ്റെയൊക്കെ കാരണം സുബ്ഹാനഹു വ തആല. ഞാനൊരു കവിത, അതിന് ഒരു കവിതയുണ്ട് മനോഹരമായി. أتع أمرنا نرفع لأجليك حجبنا فإنا منع ولذ بحمانا واحسن بجنابنا نحميك مما فيه أشرار خلقنا وعن ذكرنا لا يشغلنك شاغل وأخلص لنا طلق المسرة والهنا وسلم إلينا الأمر في كل ما يكن فما القرب والإبعاد إلا بأمرنا. മനോഹരമായൊരു കവി. എൻ്റെ ആശയം അതിമനോഹരമാണ്. അത്യുഅ അംറന, ഞാൻ കൽപ്പിച്ചത് നിങ്ങൾ അനുസരിക്കണേ. നർഫഅ ലി അജലിക ഹുജുബന, എന്നാൽ അല്ലാഹ് പറയണ എന്നെ അനുസരിക്കണമേ, എന്നാൽ നിനക്ക് വേണ്ടി എൻ്റെ മറകൾ, എൻ്റെ ഹിജാബ് ഞാൻ നിനക്ക് നീക്കിത്തരും. നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ തൃപ്തി നാം കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടും. വലുദ് ബിഹിമാനാ വഹ്തമീ ബിജനാബിനാ, അഭയം തേടി എൻ്റെ മുമ്പിലേക്ക് നീ വാ. ലിനഹ്മീക മിമ്മാ ഫീഹി അശ്റാറു ഖൽഖിനാ, എൻ്റെ സൃഷ്ടികളുടെ ഷർറ് നിനക്കുണ്ടല്ലേ, ആ ഷർറുകൾക്ക് പരിഹാരം തരാൻ എൻ്റെ സംരക്ഷണ വലയത്തിലേക്ക് നീ ഓടിവാ. വഅൻ ദിക്രിനാ ലാ യുശ്ഗിലന്നക ശാഗിലുൻ വഅഖ്ലിസ് ലനാ തൽഖൽ മസറത വൽഹനാ, എൻ്റെ ഓർമ്മയും എൻ്റെ ദിക്റും നിലച്ചു പോകാതിരിക്കാൻ ശ്രമിക്കണേ. ദിക്ർ, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ചിലപ്പോൾ നിന്നുപോകും. ചിലപ്പോൾ അങ്ങനെ ഒരുപാട് ഖുർആൻ ഓതുന്ന സമയം ഉണ്ടാവും, കുറേ ദിക്ർ ചൊല്ലുന്നത്, പിന്നെ കുറച്ച് കാലം ഏതോ ഹവയിലായിരിക്കും, അങ്ങനെ ഉണ്ടാവും. പിന്നെ അങ്ങ് ബോധം വരും. ലാ യുശ്ഗിലന്നക വഅൻ ദിക്രിനാ ലാ യുശ്ഗിലന്നക ശാഗിലുൻ, എന്ത് തിരക്ക് വന്നാലും എന്നെക്കുറിച്ചുള്ള ഓർമ്മ നീ വെടിയാതിരിക്കണേ, നഷ്ടപ്പെടുത്തരുതേ. വഅഖ്ലിസ് ലനാ തൽഖൽ മസറത വൽഹനാ, ചെയ്യുന്ന ഇബാദത്ത് ഇഖ്ലാസോടെ ചെയ്യണമേ, നിനക്ക് സന്തോഷവും സമാധാനവും ഞാൻ തരും. വസല്ലിം ഇലൈനൽ അംറ ഫീ കുല്ലി മാ യകുൻ ഫമൽ ഖുർബു വൽ ഇബ്ആദു ഇല്ലാ ബിഅംരിനാ, ഏത് സ്ഥലത്ത് എന്ത് സംഭവിക്കുകയാണെങ്കിലും കാര്യങ്ങൾ എൻ്റെ മേൽ നീ ഭരമേൽപ്പിച്ചേക്ക് എന്ന് പറയാം. എൻ്റെ മേൽ ഭരമേൽപ്പിച്ചേക്ക്, കാരണം അടുക്കുന്നതും അകലുന്നതും എല്ലാം ഞാൻ ചെയ്യുന്ന പണിയാണ്. ഫമൽ ഖുർബു വൽ ഇബ്ആദു ഇല്ലാ ബിഅംരിനാ, എല്ലാം മനുഷ്യന്മാരടുത്തു പോകുന്നതും അകന്നു പോകുന്നതും സൗഹൃദമുണ്ടാകുന്നതും പിരിയുന്നതും മനുഷ്യർ ഉപകാരം ചെയ്യുന്നതും ഉപദ്രവം ചെയ്യും, ഇതൊക്കെ ഞാൻ ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ട് എന്നിലേക്ക് നീ അടുക്ക്, എന്നെക്കുറിച്ച് നീ ഓർക്ക്, ചെയ്യുന്ന പണി ഇഖ്ലാസോടെ ചെയ്യ്. അള്ളാഹുവെ അഭയം എന്ന റബ്ബ് തആലയെ തവക്കുലാക്കി പടച്ചവനോട് അഭയം തേടിൻ. എന്നാൽ അള്ളാഹു നമുക്ക് വേണ്ടി അവൻ്റെ ഹിജാബുകൾ നീക്കിത്തന്ന്
അള്ളാഹു നമുക്ക് റിള കൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ട് അള്ളാഹു നമ്മെ ആവരണം ചെയ്യും. മാഷാ അള്ളാഹ്. അള്ളാഹുവിൻ്റെ മാജിദും മജീദുമായ 2 ഇസ്മിൻ്റെ വെളിച്ചത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തരട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ മാപ്പാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. നമ്മുടെ ഒരു മാട്ടൂലിലെ നമ്മുടെ ഹാഷിമൊക്കെ ഉണ്ടായിരുന്നു, കുറേ കാലം അബുദാബിയിലുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്ത്. മാട്ടൂൽ, അവിടെ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? അവരുടെ ജ്യേഷ്ഠൻ കഴിഞ്ഞ വർഷമാണ് വഫാത്തായത്. ഹാഷിംക, പഠിച്ചോനെ, നമുക്ക് വല്ലാണ്ട് മനസ്സിന് വളരെ വേദന തോന്നിയ ഒരു 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 മരണമാണ് നമ്മുടെ ഹാഷിംക. യാ അല്ലാഹ്. അദ്ദേഹം ഇന്നലെ ഹാഷിംഖാൻ്റെ ഇതുണ്ട്, മുമ്പ് ജിദ്ദയിലും മക്കയിലും ഇപ്പോൾ റിയാദിലും ഉണ്ടായിരുന്ന ഹാഷിംക, കണ്ണൂർ. ഹാഷിംഖാൻ്റെ ഒരു സ്ഥലം പറയുന്നൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അല്ലാഹു നീ പുറത്തു കൊടുക്കണേ പഠിച്ചോനെ, അതൊരു സ്വർഗം നൽകണമേ പഠിച്ചോനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതായത് ഹാഷിം വലിയ കൊട്ടാരം, കണ്ണൂർ ചാലാട്. വളരെ ചിരിച്ചു പുഞ്ചിരിച്ച് നമ്മുടെ സദസ്സിലൊക്കെ എപ്പോൾ ഉണ്ടായിരുന്നു. കുറേ തൊവീല എന്ന് പറഞ്ഞാൽ അവിടെയായിരുന്നു ഇപ്പം കമ്പനി ഉണ്ടായിരുന്നത്. സീപോർട്ടൊക്കെ, പഴയ സീപോർട്ട് ഉണ്ടായിരുന്ന ഭാഗത്ത്. കുറേ കാലം മക്കയിലായിരുന്നു. ഞാൻ എപ്പോഴും മക്കയിൽ ചെല്ലുമ്പോൾ ഓടി വരും കാണാൻ വേണ്ടിയിട്ട്. കുറേ നേരം നോക്കി. എന്തോ ഒരു സന്തോഷത്തിൽ അവർ സംസാരിക്കാമെന്നറിയാം. ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച വിളിച്ചു, ഒന്നുമില്ല. അദ്ദേഹം പറയും, സാറേ നിങ്ങൾ ഒച്ച കേൾക്കാൻ വേണ്ടി വിളിച്ചാട്ടോ എന്ന് പറയും. എനിക്ക് അത്രയുള്ളൂ, വേറൊന്നുമില്ല എന്ന് പറയാം. അങ്ങനെ വിളിച്ചു വെക്കുന്നൊരു സ്നേഹം പുലർത്തിയിരുന്നൊരു നല്ല മനുഷ്യൻ അറ്റാക്കായിട്ട് മരണപ്പെട്ടു. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അബുദാബിയിൽ നിന്ന് പോകുമ്പോൾ വലിയ വിഷമമുണ്ടായിരുന്നു. അവനെ പറഞ്ഞ മക്കത്തല്ലേ മദീനത്തല്ലേ, അതുകൊണ്ട് വലിയ റാഹത്തായി. നന്നായിട്ട് അത് ശരിക്കും മുതലാക്കാൻ പറ്റുകയും ചെയ്തു. ഒരുപാട് തവണ ഉംറയും ഹജ്ജും, കഴിഞ്ഞ ഹജ്ജിന് വളണ്ടിയറായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുമ്പത്തെ ഹജ്ജിനുണ്ടായിരുന്നു. ഹറമിൽ ഒരുപാട് നിസ്കാരത്തിനും ജമാഅത്തിനും ഒക്കെ കൂടാൻ പറ്റി. ഭയങ്കര ഭാഗ്യവാൻ. ഇപ്പം അടുത്താണ് റിയാദിലേക്ക് മാറിയത്. അപ്പോൾ ഇന്ന് ഇപ്പം സൗദി ടൈം മഗ്രിബിന് ഇപ്പം മറവ് ചെയ്തിട്ടുണ്ടാവും അവിടെ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹുയുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, ഭാര്യയും ചെറിയ കുട്ടിയൊക്കെ അവിടെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ക്ഷമ നൽകട്ടെ. അവിടെ മനസ്സിന് അള്ളാഹു ഉറപ്പ് നൽകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകണേ പടച്ചവനെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ അഡ്മിന്മാർ മുഖാന്തരം ദുആ വസിയത്തുകൾ ചെയ്യാറുണ്ട്. അഡ്മിന്മാരെ ഏൽപ്പിക്കാറുണ്ട്. അവർക്കൊക്കെ വേണ്ടി അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. വിഷമങ്ങൾ അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. ഒരു സഹോദരി, അവരുടെ ഒരു ബന്ധു 30 വയസ്സായ ചെറുപ്പക്കാരനാണ്, കല്യാണം ശരിയായിട്ടില്ല. കല്യാണം ശരിയാവാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അള്ളാഹു തആല ഖൈറായ ഒരു വിവാഹബന്ധം അള്ളാഹു അടുപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തുകളുടെ ലിസ്റ്റ് വായിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഒരു അറിയിപ്പുണ്ട്. മറ്റന്നാൾ ശനിയാഴ്ച രാത്രി 7 മണിക്ക് ഇവിടെ നോർക്കയുടെ ആനുകൂല്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ക്ലാസ്സും, അതുപോലെ തന്നെ നമ്മുടെ പ്രവാസികളുടെ സമ്പാദ്യശീലങ്ങൾ എന്ന വിഷയത്തെയും ആസ്പദമാക്കിയിട്ട് ഒരു ഇസ്ലാമിക് സെൻറ്റർ ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. പിന്നെ ഇന്നത്തെ പായസം തന്ന ആളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അവരുടെ മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ഭാര്യയുടെ ഉമ്മാക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സദസ്സിലുള്ള ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളായിട്ടുണ്ട്. നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മക്കളുടെ പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാൽമുട്ട് വേദന ഉള്ള സഹോദരൻ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട്ടിലെ സിഹർ ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭാര്യ ഗർഭിണിയാണ്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾ മരണപ്പെട്ട മാസമാണ്, മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉമ്മയുടെ അസുഖം ശിഫയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സദസ്സിലെ ഒരു സഹോദരൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടിട്ട് 4ാമത്തെ ആണ്ടാണ്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുഹമ്മദ് കുഞ്ഞിക്കയുടെ അസുഖം മാറാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അവരുടെ വല്യമ്മയുടെ ആണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ പലരും ഓൺലൈനിലൂടെ ദുആക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിന് നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടും ജോലിയിൽ ഹൈറും ബർക്കത്തും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ വലിയമ്മയുടെ ആണ്ടാണെന്നും അതുപോലെ തന്നെ മക്കളുടെ അസുഖങ്ങൾ ശിഫയാകാൻ വേണ്ടിയിട്ടും മക്കളുടെ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടിയിട്ടും സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും മക്കൾ സ്വാലിഹാവാൻ വേണ്ടിയിട്ടും കടങ്ങൾ വീടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വീട് പണി പൂർത്തിയാവാനും വീട്ടിലേക്കുള്ള വഴി ശരിയാവാൻ വേണ്ടിയിട്ടും പല ഹലാലായ മുറാദുകളും ഹാസിലാവാൻ വേണ്ടിയിട്ടും എല്ലാം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാനും അവരുടെ ഖബറിടം വിശാലമാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടും ആക്കിബത്ത് നന്നാക്കാൻ വേണ്ടിയിട്ടും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. പിന്നെ നമ്മുടെ മുഹമ്മദ് കുഞ്ഞി കൊളവയിൽ നമ്മുടെ അഡ്മിൻ ആയിട്ട് ഖിദ്മത്ത് ചെയ്യുന്ന മുഹമ്മദ് കുഞ്ഞി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ക്ലാസ് തുടങ്ങിയ കാലം മുതലേ മുഹമ്മദ് കുഞ്ഞിൻ്റെ സേവനം മുഹമ്മദ് കുഞ്ഞി കുറേ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഇമെയിൽ വഴി അന്നൊക്കെ ലിങ്കുകളൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ചികിത്സാ ആവശ്യാർത്ഥം നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് മുഹമ്മദ് കുഞ്ഞിക്ക് അള്ളാഹു വളരെ പെട്ടെന്ന് ശിഫ നൽകട്ടെ. അള്ളാഹു പരിപൂർണമായി ശിഫ നൽകട്ടെ. അള്ളാഹു നീ പരിപൂർണമായി ശിഫ നൽകണേ റബ്ബേ. വളരെ പെട്ടെന്ന് അവരുടെ അസുഖങ്ങളൊന്ന് ശിഫയാക്കി കൊടുക്കണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഹനീഫ ഉക്കിനടുക്ക കാസർഗോഡ്. വളരെ നമ്മൾ വല്ലാണ്ട് സ്നേഹിക്കുന്ന നമ്മുടെയൊക്കെ വലിയ അടുപ്പുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ കഴുത്ത് വേദന, വളരെ അസഹ്യമായ വേദന കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ലീവിലാണ്, കിടക്കാനും പറ്റുന്നില്ല, ഹോസ്പിറ്റലിൽ കാണിക്കാനും നാട്ടിൽ പോകാനും ഒന്നും പറ്റാത്തൊരു അത്രയും ഒരു വലിയ വിഷമത്തിലാണ് ദ്വാരക്കണമെന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹനീഫിന് വളരെ പെട്ടെന്ന് അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ഇൻസിയും മർദിയും ജിന്നിയും ഷൈത്വാനിയുമായ എല്ലാ അസുഖങ്ങളും അള്ളാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ അവതരിപ്പിക്കുകയാണ്. അള്ളാഹു അതിലെ വിഷമങ്ങളെ പരിഹരിക്കട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ദുആ വസിയത്ത് ചെയ്തവരും നിങ്ങൾ മനസ്സിൽ നിയ്യത്ത് ചെയ്യുന്നവരും അല്ലാത്തവരുമായ എല്ലാവർക്കും അള്ളാഹു ഖൈറും സലാമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما وناصر هادي إلى صراطك المستقيم. കാരുണ്യവാനായ ഉടമസ്ഥനായ മാജിദും മജീദുമായ അല്ലാഹുവേ, നിൻ്റെ മഹത്വത്തിൻ്റെ, നിൻ്റെ ഔദാര്യത്തിൻ്റെ, നിൻ്റെ ഷറഫിൻ്റെ ഭാഗമായി നീ ഞങ്ങൾക്ക് നൽകിയതിനെല്ലാം നിനക്ക് ശുക്ർ ചെയ്യുന്ന ഷാക്കിരീങ്ങളാക്കി തരണേ പടച്ചോനെ. اللهم لك الحمد اللهم لك الحمد اللهم لك الحمد لما أوليت علينا وأنعمت. അല്ലാഹു നീ ചെയ്ത നിഅമത്തുകൾക്ക് മുഴുവൻ നിനക്ക് നന്ദി റബ്ബേ. ഞങ്ങൾ അറിഞ്ഞതിനും അറിയാത്തതിനും നന്ദി പടച്ചോനെ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ നീ മാപ്പാക്കി തരണേ പടച്ചോനെ. ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ ബന്ധപ്പെട്ട മുഅ്മിനാത്തുകൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ആരുടെയൊക്കെ ഇൽമ് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ അവർ, ഞങ്ങൾ ഇന്നാരൊക്കെ ഇൽമ് കേൾക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ അവർ, അർഹമുർ-റഹീമേ ദീനി സ്ഥാപനങ്ങളെ, മദ്രസകളെ, സംവിധാനങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, വാഗ്ദത്തം ഏറ്റെടുത്തവർ, എല്ലാ നിലക്കും ഇപ്പോൾ ഈ സെൻറ്ററുമായി, ഇസ്ലാമിക് സെൻറ്ററുമായി സഹകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, മരിച്ചുപോയവർ, ജീവിച്ചിരിക്കുന്നവർ, അള്ളാഹു ഞങ്ങളെയൊക്കെ നിൻ്റെ സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അർഹമുർ-റഹീമേ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു ഇഖ്ലാസും ഞങ്ങളുടെ നിയ്യത്തുകൾക്ക് തെളിമയും നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ നിയ്യത്തുകളുടെ അപാകതകൾ നീ പരിഹരിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഇബാദത്തുബിന് മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ദുആ ചെയ്ത പോലെ, അള്ളാഹുവെ ഇന്നാ നസ്അലുക്കൽ ഹംദ അല്ലാഹുമ്മ റസുഖനിൽ ഹംദ വശുക്ർ അല്ലാഹുവെ വൽ മജ്ദ്. ഞങ്ങൾക്ക് ഹംദും മജ്ദും നൽകണമേ തമ്പുരാനെ. ലാ മജ്ദ ഇല്ലാ ബിഫിആൽ വലാ ഫിആല ഇല്ലാ ബിമാൽ. പടച്ചവനെ, ഷറഫും മഹത്വവും കിട്ടണമെങ്കിൽ കർമ്മങ്ങൾ ചെയ്യണം റബ്ബേ. കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ സമ്പത്ത് വേണം പടച്ചവനെ. അള്ളാഹു ഹലാല് കൊണ്ട് ഐശ്വര്യം നൽകണമേ തമ്പുരാനെ. ഹലാലായ സമ്പാദ്യം കൊണ്ട് ഐശ്വര്യം നൽകണേ റബ്ബേ. നീ നൽകുന്ന ഐശ്വര്യം ഹലാലും നിൻ്റെ പൊരുത്തത്തിലുമായി ചിലവഴിക്കാൻ തൗഫീക്ക് നൽകണേ പടച്ചവനെ. അർഹമുർ-റഹീമേ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, ജോലികളിൽ വിഷമുള്ളവർ എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ പടച്ചവനെ. ഹലാലായ ഖൈറായ വഴികൾ അടുപ്പിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അർഹമുർ-റഹീമേ കച്ചവടങ്ങളിൽ നഷ്ടം വന്നവരുണ്ട് റഹ്മാനെ, നീ കച്ചവടങ്ങളിൽ ബർക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നിനക്ക് ശുക്ർ ചെയ്യുന്ന, നിനക്ക് വേണ്ടി ദാനം ചെയ്യുന്ന, മിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നീ തന്നതിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞ ആ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ്
അള്ളാഹു ഞങ്ങളെല്ലാവർക്കും നൽകണമേ തമ്പുരാനെ. അർഹമർ റാഹിമേ അള്ളാഹുവേ ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ റൂഹും ഞങ്ങളുടെ ആത്മാവും ഞങ്ങളുടെ മക്കൾ, ഭാര്യ, സന്തതികൾ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ, യുവാക്കൾ, യുവതികൾ, ഈ ഉമ്മത്തിലെ ഓരോരോ ചെറുപ്പക്കാരും അല്ലാത്തവരുമായ സർവ്വ ആബാലവൃദ്ധം ജനങ്ങൾ അള്ളാഹു ഞങ്ങളൊക്കെ നിൻ്റെ മജിദും നിൻ്റെ ഇസ്സത്ത് അള്ളാഹു ഉയർത്തിപ്പിടിക്കുന്നവരാക്കി തരണേ പടച്ചവനെ. അള്ളാഹുവെ നിൻ്റെ വശം ചേർന്ന് നിൽക്കുകയും നിന്നിലേക്ക് ഖൽബ് കൊണ്ട്, അമല് കൊണ്ട്, ഇബാദത്ത് കൊണ്ട്, ദിക്റ് കൊണ്ട് അടുക്കുകയും ചെയ്യാൻ തൗഫീഖ് നൽകണമേ അല്ലാഹ്. റഹ്മർ റാഹിമായ റബ്ബേ, ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയെ കാണിക്കണേ പടച്ചവനെ. അവർ ദീനും അറിവും ഇൽമുമുള്ള നല്ല മക്കളാക്കി കാണിച്ചു തരണേ പടച്ചവനെ. റഹ്മർ റാഹിമായ റബ്ബേ, ഞങ്ങൾ പഠിക്കുന്നവർക്ക് നീ നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും അച്ചടക്കവും അദബും ഇൽമും നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ജോലി കഴിഞ്ഞവർ, പഠനം കഴിഞ്ഞവർ, അവർ മുന്നോട്ട് നീങ്ങുന്ന ജീവിതത്തിൻ്റെ വഴികളിലൊക്കെ ഖൈർ നൽകണമേ തമ്പുരാനെ. പഠിക്കുന്നവർക്ക് ഉന്നത പഠനത്തിന് വഴിയൊടുക്കണേ പടച്ചവനെ. പഠനം കഴിഞ്ഞവർക്ക് ഖൈറായ മഈശത്ത് നൽകണേ പടച്ചവനെ. റഹ്മർ റാഹിമേ, വിവാഹിതരാകാൻ പോകുന്നവർക്ക് ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സലാമത്തും മവദ്ദത്തും റഹ്മത്തും നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ വീടുകളിൽ സന്തോഷം നൽകണമേ അല്ലാഹ്. ഇൻസിയും അർദിയും ജിന്നിയും സമാവിയുമായ എല്ലാവിധ ഫിത്തനകളിൽ നിന്ന്, ഫസാദുകളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. എല്ലാ തരത്തിലുമുള്ള ഷറുകളിൽ നിന്ന് കാക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ കണ്ണിൽ നിന്നും ഐനിൽ നിന്നും സിഹറിൽ നിന്നും കാക്കണമേ തമ്പുരാനെ. റഹ്മർ റാഹിമയുടെ ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് രോഗികൾ, നമ്മൾ റഷീദ് സാഹിബിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ രോഗശൈലിയിലാണ്. അള്ളാഹു നീ സലാമത്ത് കൊടുക്കണേ പടച്ചവനെ, ഷിഫ കൊടുക്കണമേ പടച്ചവനെ. എൻ്റെ നാട്ടുകാരന് കൂടിയാണ് റഷീദ് സാഹിബ് മമ്പാട്. അള്ളാഹു അവരുടെ ബന്ധുവിന് നീ വളരെ പെട്ടെന്ന് ഷിഫ കൊടുക്കണേ പടച്ചവനെ. റഹ്മർ റാഹിമെ, ഇവിടെ ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ഉമ്മമാർ, കുട്ടികൾ, പ്രായമുള്ളവർ, ചെറുപ്പക്കാർ, അള്ളാഹു അവർക്കൊക്കെ നീ സലാമത്ത് കൊടുക്കണേ റബ്ബേ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവവും കണ്ണുകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ. മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട് റബ്ബേ, സദസ്യരുള്ളവരുണ്ട് റഹ്മാനെ. ഇവിടെ ആശകൾ ഒരിക്കലും മുറിഞ്ഞിട്ടില്ല റബ്ബേ. അള്ളാഹുവെ നീ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണമേ തമ്പുരാനെ. റഹ്മർ റാഹിമായ റബ്ബേ, അള്ളാഹുവെ ഞങ്ങളുടെ നാട്ടിലും ഇവിടെയും അള്ളാഹു നിൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ അണയാതെ തുറന്നു വെക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അദിം അലാ ദൗലത്തിൽ ഇമാറാത്തി നിഅമത്തൽ അംനി വൽ അമാനി വൽ ഇസ്തിഹാരി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിന മുത്മഇന്നൻ റഖാഅൻ സഖാഅ وسائر بلاد العالم أجمعين يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين. اللهم ارحم الشيخ زايد والشيخ راشد القادة المؤسسين والشيخ مكتوم والشيخ خليفة بن زايد وسائر حكام الإمارات الذين انتقلوا إلى رحمتك. اللهم أفض عليهم من رحماتك ونفحاتك يا رب العالمين. اللهم اغفر لشهداء الوطن أجمعين. اللهم اغفر لنا وللمؤمنين أجمعين. اللهم احفظ دولتنا هذه. اللهم احفظ رئيس الدولة ونوابه وحكام الإمارات أجمعين يا رب العالمين. ربنا ظلمنا أنفسنا ظلما كثيرا كبيرا ولا يغفر الذنوب إلا أنت فاغفر لنا مغفرة من عندك وارحمنا إنك أنت الغفور الرحيم. اللهم فرج عنا وعن المؤمنين أجمعين. اللهم إنا نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അള്ളാഹുവെ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ പടച്ചവനെ. ആഖിറം നന്നാക്കി തരണേ റബ്ബേ. മരണസമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുമൊക്കെയുള്ള ഭാഗ്യം ഒരുപാട് നൽകണമേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ മരിച്ചുപോയവർക്കൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. നാളെ ഞങ്ങളുടെയും ഖബർ നീ വിശാലമാക്കണേ റബ്ബേ. നാളെ അല്ലാഹുമ്മ യമ്മിൻ കിതാബന, ഞങ്ങളുടെ കിതാബ് വലത് കൈ നൽകണേ പടച്ചവനെ. വസഖിൽ മവാസീനന, ഞങ്ങളുടെ തുലാസ് നന്മ കൊണ്ട് കനന്തൂക്കണേ റബ്ബേ. അള്ളാഹു ചെറിയ ചെറിയ അമലുകൾക്ക് പോലും വലിയ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കുന്ന സമയം അള്ളാഹു ഞങ്ങളുടെ പാപങ്ങൾ കൂടിയവരും അമലുകൾ കുറഞ്ഞവരുമാണ് റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ ചെറിയ അമലുകൾക്ക് നീ വലിയ പ്രതിഫലം നൽകി ഞങ്ങളെ നീ സഹായിക്കണേ പടച്ചവനെ. യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ അല്ലാഹ്. اللهم ارزقنا لذة النذر إلى وجهك يا الله وشفاعة نبيك محمد صلى الله عليه وسلم. وارزقنا بيده شربة هنيئة مريئة من حوض الكوثر يا رب العالمين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.